ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹനിധികളായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. ആദരണീയ നായർ സാർ, സരളാദേവി ടീച്ചർ, ഈയൊരു ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട കാര്യകർത്താക്കളെ, അതുപോലെ 114 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹായജ്ഞത്തിന്റെ ഭാഗമാകുവാൻ വന്നിരിക്കുന്ന ഈ നാട്ടിലെ പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സനാതന ധർമ്മം പുതുതലമുറ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. സനാതനധർമ്മം എല്ലാ കാലത്തും വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അതിനിയും ഉണ്ടാകും. രാമനുണ്ടെങ്കിൽ രാവണനും, കൃഷ്ണനുണ്ടെങ്കിൽ കംസനും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുട്ടിയെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. മുല കൊടുത്തു കൊല്ലുവാൻ പൂതന വന്നു. ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. 5 വയസ്സ് പ്രായമുള്ള ഭഗവാനെ കൊക്കുകൊണ്ട് കൊത്തിക്കൊല്ലുവാൻ ഭഗൻ എന്ന രാക്ഷസൻ വന്നു. കൊക്ക് പിളർന്ന് അവനെയും ഭഗവാൻ കൊന്നുകളഞ്ഞു. അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം കാട്ടിൽ പോയ രാമൻ ശൂർപ്പണകയുടെ മൂക്ക് ചെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ വന്ന ഖരനടക്കമുള്ള 14,000 രാക്ഷസന്മാരെ 72 മിനിറ്റ് കൊണ്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്. രാമനും കൃഷ്ണനും സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് ധർമ്മം, എന്താണ് മതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ധർമ്മത്തിന്റെ ഫ്രീഡവും മതത്തിന്റെ സ്വാതന്ത്ര്യമില്ലായ്മയും നമുക്ക് മനസ്സിലാകുന്നത്. മതത്തിന് ചട്ടക്കൂടുണ്ട്, മതത്തെ ചോദ്യം ചെയ്യുവാൻ പാടില്ല. സ്വർഗമില്ല എന്ന് പറയാൻ ഒരു ഇസ്ലാമിന് സ്വാതന്ത്ര്യമില്ല, അവൻ മതത്തിൽ നിന്ന് പുറത്താകും. നരകമില്ല എന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്കും സ്വാതന്ത്ര്യമില്ല. സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നതിൽ തീർച്ചയൊന്നുമില്ല, അതൊരു വിശ്വാസമാണ്. എന്നാൽ ധർമ്മം പറയുന്നു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ദൈവമില്ല എന്ന് വിശ്വസിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈശ്വരനെ നിഷേധിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം, ഈശ്വരനെ അംഗീകരിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചത് വാൽമീകി മഹർഷി എന്നാണ്. ഈശ്വരൻ നിഷേധിയായ ചാർവാകനെയും ഹിന്ദുക്കൾ വിളിച്ചത് ചാർവാക മഹർഷി എന്നാണ്. ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആളും ദൈവമില്ല എന്ന് പറഞ്ഞ ആളും നമുക്ക് മഹർഷിയാണ്. ഇതാണ് ധർമ്മത്തിന്റെ സവിശേഷത. ധർമ്മം ആബ്സല്യൂട്ട് ഫ്രീഡമാണ്. ഹിന്ദുക്കളായ നമ്മൾ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. ധർമ്മത്തിന് ഒരു സവിശേഷതയുണ്ട്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ കഴിയും. മതത്തിന് ആ സവിശേഷതയില്ല. അവർക്ക് അവരുടേതല്ലാത്ത ഒന്നിനെയും ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. അത് മതഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും താരതമ്യം ചെയ്യുമ്പോഴാണ് മതത്തിന്റെ പരിമിതിയും ധർമ്മത്തിന്റെ അപരിമിതിയും നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് സനാതനം? സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം, ഒരിക്കലും നശിക്കാത്തത്, മരിക്കാത്തത്. എന്താണ് ഒരിക്കലും നശിക്കാത്തത്? ഒരിക്കലും ഉണ്ടാകാത്തതാണ് ഒരിക്കലും നശിക്കാത്തത്. ബ്രഹ്മാവിന് മരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും. കാരണം ബ്രഹ്മാവ് ഉണ്ടായതാണ്. നിങ്ങളും ഞാനും മരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും ജാതസ്യ ധ്രുവവും മൃത്യുവും ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് പരിഹാരാർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചാൽ മരണം നിശ്ചയം. കയ്യിലിരിപ്പ് പോലെ മരണത്തിന് ശേഷം പുനർജനവും നിശ്ചയം. ഒരു നിർവാഹവും ഇക്കാര്യത്തിൽ നമുക്കില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായും ഒരു നാൾ വരുന്നത് മരണം. അനിശ്ചിതത്വമുള്ളത് മരണം. നിശ്ചയമായും ഒരു നാൾ വരും, പക്ഷെ ഇത് എപ്പോൾ വരുമെന്ന് അറിയില്ല. അതാണ് അതിനുള്ളൊരു സമാധാനം. അനിശ്ചിതത്വമുണ്ട്. ആദ്യം കുട്ടി മരിക്കുമോ മുത്തശ്ശൻ മരിക്കുമോ എന്നറിയില്ല. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങി, ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നത് സത്യമാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസത്തെയും ശാസ്ത്രത്തെയും യുക്തിയെയും ഒരുപോലെ അംഗീകരിക്കുന്നവന്റെ പേരാണ്
സനാതന ധർമ്മികൾ എന്ന് പറയുന്നത്. മതം വിശ്വാസം മാത്രമാണ്. സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ സ്വർഗമുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല. നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ മരണാനന്തരം നിങ്ങൾ കർമ്മഫലത്തിനനുസരിച്ച് നരകത്തിൽ പതിക്കുമെന്ന് പറയാം. പക്ഷെ നരകം എവിടെയാണ്, നരകത്തെ എവിടെയാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഈവൻ ദൈവമുണ്ട് എന്നത് പോലും വിശ്വാസമാണ്. ദൈവമുണ്ടെന്ന് വിശ്വാസമാണെങ്കിൽ ദൈവമില്ല എന്നതും വിശ്വാസമാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവമില്ല എന്ന് വിശ്വസിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം. രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ത്രേതായുഗത്തിൽ രാമൻ തന്നെ. രാമന്റെ ഭാര്യ സീതാദേവിയെ കുറിച്ച് അലക്കുകാരൻ അനാവശ്യം പറഞ്ഞപ്പോൾ അവന്റെ നാവ് ഞാൻ എരിയുമെന്ന് പറയുന്ന ലക്ഷ്മണനോട് രാമൻ പറയുന്ന ഒരു വാക്കുണ്ട്. വിമർശകന്റെ നാവ് എരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? ഈ കോസല സാമ്രാജ്യത്തിൽ രാമനെ ആരാധിക്കുവാൻ അവകാശമുണ്ടെങ്കിൽ രാമനെ വിമർശിക്കുവാനും അവകാശമുണ്ടായിരിക്കണം. ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ യുക്തിവാദികളായിരുന്നു. ജീവിതം ചുമ്മാ വേസ്റ്റായി പോയി. ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കലാണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തെ വിമർശിക്കുക, മതങ്ങളെ വിമർശിക്കുക. എന്നാൽ യുക്തിവാദം എന്താണ് എന്ന് യുക്തിവാദി പറഞ്ഞിട്ടില്ല. യുക്തിവാദിയുടെ ജീവിതചര്യ എങ്ങനെയാണെന്ന് യുക്തിവാദിക്ക് അറിയില്ല. എന്നാൽ യുക്തിവാദത്തിന് ഡെഫിനിഷൻ കൊടുത്തത് യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷിയാണ്. രാമനെ നമുക്ക് പരിചയപ്പെടുത്തിയ അതേ മഹർഷി തന്നെയാണ് യുക്തിയുക്തമുപാദേയം വചനം ബാലകാതപി അന്യതൃണവിവത്യാജ്യം അപ്യുക്തം പത്മജന്മനാം എന്ന് പറഞ്ഞത്. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യത് യുക്തിരഹിതമായത് തൃണവിവത്യാജ്യം പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മന സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ അത് വലിച്ചെറിയുവാൻ പറയുന്നതാണ് യുക്തിവാദമെങ്കിൽ ആ യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ നൽകിയത് ഒരു ഹിന്ദു ഋഷിയായിരുന്നു. യോഗവാസിഷ്ഠത്തിലൂടെ വാൽമീകി മഹർഷിയായിരുന്നു. ഇതാണ് ധർമ്മം. ആ ധർമ്മത്തിന് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ജഗതഃ സ്ഥിതി കാരണം, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ് ധർമ്മം. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസേതഹു യഹ സഹ ധർമ്മ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയും. മനുഷ്യന്റെ സാക്ഷാത് ശരിയായ അഭ്യുദയവും നിശ്രേയസവും ഭൗതികമായ വളർച്ചയും ആധ്യാത്മികമായ വളർച്ചയും സാധ്യമാക്കുന്നതെന്തോ അതാകുന്നു ധർമ്മം എന്ന് ധർമ്മത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ ധർമ്മത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ കയറിയാൽ പറയും ഇതൊരു മതേതര ഇന്ത്യയാണ്. മതേതര ഇന്ത്യ ഉണ്ടായിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 70 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടുമില്ല. 1975 ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന വാക്കിന് നിർവചനവുമില്ല. എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പി മതേതരത്വം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറയാതെ ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയാൻ കാരണം മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്ത ഹിന്ദുവിനോട്, സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിതു കൊടുത്ത ഹിന്ദുവിനോട്, ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്ത ഹിന്ദുവിനോട്, ജർമ്മനിയിൽ പിറന്ന് സോവിയറ്റ് റഷ്യയിൽ പരീക്ഷിച്ചു വിജയിച്ച കമ്മ്യൂണിസത്തെ 57 ജനാധിപത്യത്തിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ EMSനെ മുഖ്യമന്ത്രിയാക്കുവാൻ ധൈര്യം കാണിച്ച ഹിന്ദുവിനോട്, ജൂതനെയും പാഴ്സിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും സ്വീകരിച്ച സനാതന ധർമ്മികളോട് നീ മതേതരവാദിയായിരിക്കണമെന്ന് പറയുന്നത് തവളയോട് ചാട്ടം അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ, സൂര്യനോട് ജ്വലിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ അപഹാസ്യവും പരിഹാസ്യവുമാണെന്ന് അറിയാവുന്ന ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി ഭാരതത്തിന്റെ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല. എന്നാൽ നമുക്കൊരു മതേതരത്വമുണ്ട്.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷി പരമ്പര നമ്മുടെ മുന്നിൽ ആ ശ്ലോകം വെച്ചിട്ടുണ്ട്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുന്നത്. അതുകൊണ്ട് 33 കോടി ദേവതാ സമ്പ്രദായങ്ങളും ഏകമാകുന്ന ഈശ്വരൻ, ഏകമേവം അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ലാത്ത ഒന്നാകുന്നു ഈശ്വരൻ. ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികളിൽ ചാത്തനുണ്ട്, കരിങ്കുട്ടി ചാത്തനുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, കാളിയുണ്ട്, ഭദ്രകാളിയുണ്ട്, ആറന്മുള അപ്പനുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, കാടാമ്പുഴ ഭഗവതിയുണ്ട്. ഏതെല്ലാം ദൈവങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുത്താലും ആ ദൈവങ്ങളെല്ലാം ചെന്നു ചേരുന്നത് നദികളും പുഴകളും ഏകമാകുന്ന സാഗരത്തിൽ വിലയം പ്രാപിക്കുന്നത് പോലെ ദൈവിക ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറയുന്ന ധർമ്മത്തിന്റെ പേരാണ് സനാതന ധർമ്മം. അതുകൊണ്ട് 33 കോടി ദൈവങ്ങൾക്കിടയിലേക്ക് ഒരു അള്ളാഹുവിനെ യഹോവയെ വെക്കുവാൻ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 33 കോടി 2. ഇസ്ലാമിന് ഒരു ഖുർആൻ, ക്രിസ്ത്യാനിക്ക് ഒരു ബൈബിൾ. മതത്തിന്റെ പരിമിതി ആ ഒന്നാണ്. ഒന്നിന്റെ അപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ കൈവെട്ടുന്നത്, കാൽവെട്ടുന്നത്, വേണമെങ്കിൽ തലയും വെട്ടുന്നത്. ന്യൂമാൻ കോളേജിൽ ജോസഫ് മാഷുടെ കൈവെട്ടുവാനുള്ള കാരണം അയാൾ വിമർശനം നടത്തി എന്നുള്ളതാണ്. കാരണം അവർക്ക് മറ്റൊരു ചോയ്സ് ഇല്ല. ഖുർആൻ എന്തെങ്കിലും സംഭവിച്ചാൽ പകരം വെക്കുവാൻ മറ്റൊരു ഗ്രന്ഥമില്ല, ബൈബിൾ എന്തെങ്കിലും സംഭവിച്ചാൽ പകരം വെക്കുവാൻ മറ്റൊരു ഗ്രന്ഥമില്ല. എന്നാൽ സനാതന ധർമ്മികളായ നമുക്കോ 4 വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 5 ഉപവേദം, 6 വേദാന്തം, 18 പുരാണം, 108 ഉപനിഷത്ത്, 2 ഇതിഹാസം, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, സംഗീതശാസ്ത്രം, വാസ്തുശാസ്ത്രം, ഈ പഞ്ചായത്ത് മൊത്തം വേണ്ടി നിരത്തി വെച്ചു. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് പോലെ ഗ്രന്ഥങ്ങളെ തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് മതത്തിൽ നിന്നും ധർമ്മത്തെ വ്യത്യസ്തമാക്കുന്നത്. ദൈവങ്ങളെ തെരഞ്ഞെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടദൈവം ചില ആൾക്ക് ഗുരുവായൂരപ്പനാണ്. ഞങ്ങളുടെ എല്ലാ നാട്ടിൽ ചില ആളുകൾ 50 വർഷം 40 വർഷമായിട്ട് ശബരിമല അയ്യപ്പനെ കണ്ടേ മതിയാകുള്ളൂ. അവരുടെ ഇഷ്ടദൈവം ശബരിമല അയ്യപ്പനാണ്, കാടാമ്പുഴ ഭഗവതിയാണ്, കൊട്ടിയൂരപ്പനാണ്. ഏത് ദൈവത്തെ തെരഞ്ഞെടുക്കുമ്പോഴും ഹിന്ദുക്കൾക്കിടയിൽ ദൈവത്തിന്റെ പേരിൽ സംഘർഷങ്ങളിൽ. നിങ്ങളുടെ നാട്ടിൽ വ്യാപകമാണ്, ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യമുണ്ട്. അരികടല, ഗോതമ്പ്, പഞ്ചസാരയുമായിട്ട് ഹിന്ദുവിന്റെ വീട്ടിൽ മാത്രം കയറിയിറങ്ങുന്ന പെന്തക്കോസ്റ്റ് പാതികളുടെ ഉപദ്രവം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ പറയുകയുണ്ടായി. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ആര് കൊടുത്താലും അത് തരില്ല. പക്ഷേ പട്ടിണിയെയും ദാരിദ്ര്യത്തെയും അജ്ഞതയെയും ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നത് തെറ്റാണ്. ധർമ്മവും മതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രധാനമാണ്. ധർമ്മത്തിലേക്ക് ആളെ ചേർക്കുവാൻ ആളുകളെ പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല. എന്നാൽ നിന്റെ ദൈവം തെറ്റാണ്, എന്റെ ദൈവം ശരിയാണ്. ഓൺലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദമാണ്. എന്റേത് മാത്രം ശരിയെന്ന് പറയുന്നിടത്ത് സംഘർഷങ്ങൾ ആരംഭിക്കുന്നു. ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്റെ ധർമ്മമാണ്. എന്റെ ധർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകണം. അപരന്റെ ധർമ്മം എനിക്ക് ഭയാനകമാണ് എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അരിയും കടലയും ഗോതമ്പും പഞ്ചസാരയുമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഹിന്ദുവിന്റെ വീട്ടിൽ കടന്നു വന്ന് അവന്റെ പട്ടിണി മാറ്റുന്നത് ശരിയാണ്. എന്നാൽ അതിനൊപ്പം കുരിശു കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഹിന്ദുക്കൾക്ക് ധർമ്മികളായ സനാതന ധർമ്മികളായ നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളിയിൽ ഒന്നാമത്തേത് മതപരിവർത്തനമാണ്. മതപരിവർത്തനം എങ്ങനെ സംഭവിക്കുന്നു? 2 കാരണങ്ങൾ കൊണ്ടാണ് മതപരിവർത്തനം പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. 1 അവശതയും, 2 അജ്ഞതയും. ഇതിൽ പരമപ്രധാനമായ കാരണം അജ്ഞതയാണ്. ഞങ്ങളുടെ നാദാപുരം ഭാഗത്ത് എല്ലാ ദിവസവും രാവിലെ പൊന്നാനി, താനൂര് ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീകൾ ട്രെയിൻ കയറി വടകര, മാഹി, തലശ്ശേരി, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഭിക്ഷാടനത്തിന് വേണ്ടി വരാറുണ്ട്. ഞങ്ങളുടെ കടയിലും വരാറുണ്ട്.
കുഴിയിലേക്ക് ആണ്ടുപോയ കണ്ണുകളും മുട്ടിയ വയറുമായിട്ട് ദാരിദ്ര്യത്തിന്റെ സമസ്ത ലക്ഷണങ്ങളും ശരീരത്തിൽ പേര് ജീവിക്കുന്ന ആ പാവങ്ങൾ വന്നാൽ നമുക്ക് മതവും ജാതിയൊന്നും പട്ടിണി കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി അതൊന്നും പറയാൻ കഴിയില്ല. കയ്യിലുള്ളത് കൊടുക്കും. പക്ഷെ നിങ്ങൾ 100 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും, ഒരു ലോറി നിറയെ അരികടല ഗോതമ്പ് പഞ്ചസാര കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരൊറ്റ മുസ്ലിം സ്ത്രീ മതം മാറും. മതം മാറ്റത്തിന്റെ കാരണം പട്ടിണിയും ദാരിദ്ര്യവുമല്ല, മതബോധത്തിന്റെ അഭാവമാണ്. സകല പട്ടിണിക്കിടയിലും ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് അവന്റെ മതബോധമുണ്ട് എന്നതുകൊണ്ട് ആ വീട്ടിൽ കയറി ചെല്ലുവാൻ അരികടല ഗോതമ്പ് പഞ്ചസാരയുടെ പെന്തക്കോസ്റ്റുകൾ തയ്യാറാവില്ല. കയറിയാൽ പോയതുപോലെ തിരിച്ചു വരില്ല എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികളിൽ പരമപ്രധാനമാണ് അജ്ഞത. ഇന്ന് ക്ഷേത്രങ്ങളിൽ തേനീച്ച കൂട്ടങ്ങളെ പോലെ ഭക്തജനങ്ങളുടെ പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. ഭക്തജനങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്നു, ഇന്നലകളിൽ എന്തുകൊണ്ട് വന്നില്ല? ആ സനാതനവും എഴുതുന്ന രണ്ടാമത്തെ വെല്ലുവിളിയാണ് കമ്മ്യൂണിസം. 1848 മാർക്സും എംഗൽസും വിഭാവനം ചെയ്ത കമ്മ്യൂണിസം ലോകത്തിന്റെ പ്രശ്നം സമ്പത്ത് തുല്യമായി വീതിച്ചു കൊടുത്താൽ തീരുമെന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ക്രമപ്പെടുത്തിയ മതമല്ല പ്രശ്നം മെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞ കമ്മ്യൂണിസം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തമാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം പക്ഷെ ഭാരതത്തിൽ ഹിന്ദുവിനും മാത്രം എതിരായിരുന്നു. ഞങ്ങളെല്ലാം കോളേജിൽ ചെല്ലുമ്പോൾ SFIക്കാരെന്ന് പഠിപ്പിച്ചെന്നൊരു പാഠം ഇതായിരുന്നു: രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ യേശു മുമ്പ് ഉണ്ടായിരുന്നോ? അത് തൊട്ട് കളിക്കരുത്, അത് അന്നും ഇന്നും തൊട്ട് കളിക്കരുത്. രാമനും കൃഷ്ണനും കെട്ടുകഥകളാണ്, ജീവിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ, ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ അല്ലാഹുവിനും യഹോവയ്ക്കും കൊടുക്കുന്ന സ്ഥാനം എന്ത്? യേശുവും മുഹമ്മദും ഉണ്ടായിരുന്നോ? രാമനും കൃഷ്ണനും ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് രാമനും കൃഷ്ണനും ഉണ്ടായിരുന്നില്ല, യേശുവും മുഹമ്മദും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസം അല്ലെങ്കിൽ അത്തരം ചിന്തകൾ ഹിന്ദുവിനെ പുറകിലേക്ക് നയിച്ചു. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്നായിരുന്നു കമ്മ്യൂണിസത്തിന്റെ ആശയം ഭാരതത്തിൽ. 1848 വിഭാവനം ചെയ്ത കമ്മ്യൂണിസത്തെ 1917 സോവിയറ്റ് റഷ്യയിൽ പരീക്ഷിച്ചു, വിജയിപ്പിച്ചു കാണിച്ചു ലെനിൻ. 3 വർഷം കഴിഞ്ഞപ്പോൾ ലെനിൻ മരിച്ചു. 33 കൊല്ലക്കാലം പിന്നീട് സോവിയറ്റ് റഷ്യ അടക്കി വെച്ചത് സ്റ്റാലിനായിരുന്നു. ലോകത്തിന്റെ വസന്തമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ കമ്മ്യൂണിസം, സമ്പത്ത് തുല്യമായി വീതിച്ചു കൊടുത്താൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് മോഹിച്ച കമ്മ്യൂണിസം 100 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് സോവിയറ്റ് റഷ്യയിൽ മരിച്ചുപോയി. ജർമ്മനിയെ കമ്മ്യൂണിസ്റ്റുകൾ രണ്ടായി വീതിച്ചു. കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറ് ജർമ്മനി, നടുക്കൂടെ ഒരു മതിൽ കെട്ടിയതാണ് ബെർലിൻ മതിൽ. ലോകത്തിന്റെ വസന്തമായ കമ്മ്യൂണിസം നഷ്ടപ്പെടുവാനില്ലെന്നെങ്കിൽ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുള്ളൊരു ലോകം നാം ഭരിക്കും ലോകം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞ കമ്മ്യൂണിസം ഞങ്ങൾക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കിയ ജർമ്മനി ബെർലിൻ മതിൽ ഇടിച്ചു പൊളിച്ച് ജർമ്മനി വീണ്ടും ഏകരാഷ്ട്രമായി കമ്മ്യൂണിസം പടിയടച്ച് പിണ്ടമക്കപ്പെട്ടു. യൂഗോസ്ലാവിയയിലും ചെക്കോസ്ലാവിയയിലും റുമേനിയയിലും ഹംഗറിയിലും പോളണ്ടിലും കിഴക്കൻ ജർമ്മനിയും കംബോഡിയയിലും സോവിയറ്റ് റഷ്യയിലും അല്ല ഒരു കാലത്ത് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം ആ നാടിന്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റെ അവരെല്ലാവരും നിരാകരിച്ചു. അവരെല്ലാം അവരുടേതായ രാഷ്ട്രത്തിന്റെ സ്വബോധത്തിലേക്ക് തിരിച്ചു. എന്നാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന, സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ പരമപ്രധാനമായിരുന്നു വിശ്വാസരാഹിത്യത്തെ ഉണ്ടാക്കി. MD വാസുദേവൻ നായർ മലയാളത്തിന്റെ പ്രിയ കഥാകാരനാണ്, നോവലിസ്റ്റാണ്. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയായിരുന്നു നിർമാല്യം. നിർമാല്യം എന്ന സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാടായിരുന്നു. വെളിച്ചപ്പാട് എല്ലാ ദിവസവും ഭഗവതിയോട് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഗതികെട്ട് ഭഗവതിയോട് ശണ്ട കൂടി വെറുപ്പ് പിടിച്ച് ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി ചെന്ന് ഭഗവതിയുടെ മുഖത്തേക്ക് കാറി തുപ്പിയിട്ട് വെളിച്ചപ്പാട് ശ്രീകോവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടുകൂടി നിർമാല്യം എന്ന സിനിമ അവസാനിച്ചു. ഹിന്ദുവിന്റെ ദൈവങ്ങൾ കല്ലുകളാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ചു, നിന്ദിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദു യുവതി യുവാക്കൾ വിശ്വാസത്തെ ഉപേക്ഷിച്ചു. അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കാട് കേറി മുടിഞ്ഞതായിരുന്നു. സനാതനധർമ്മം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നേരിട്ട വെല്ലുവിളികളിൽ പരമപ്രധാനം. കാരണം നമ്മൾ ക്ഷേത്ര വിശ്വാസികളാണ്. അദ്വൈതവും ദ്വൈതവും നമുക്കുണ്ട്. അദ്വൈതം രണ്ടില്ലാത്ത ഒന്നാണ്. വെള്ളപ്പൊക്കം വന്നു 2018. ഈ പുഴയും കിണറും
കക്കൂസ് ടാങ്കും നദിയും എല്ലാം ഒന്നായാൽ കിണറിലെ വെള്ളത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല. ഈശ്വരൻ സർവവ്യാപിയാണ്, സർവസ്പർശിയാണ്. എന്നാൽ ഇന്ന് സാമാന്യ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാട്ടിൽ എവിടെയും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് കിണറ്റിലെ വെള്ളമാണ്. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും ഉണ്ട്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. വഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി നിന്നിലും അഹം ബ്രഹ്മാസ്മി എന്ന് ഞാനുമാകുന്നു. അണോരടിയാൻ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് അണുവായിട്ട് ഞാനുണ്ട്. മഹതോ മഹിയാൻ വലുതിൽ വലുതായിട്ട് ഞാനുണ്ട്. ആത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും ഞാൻ തന്നെ. ഇതാണ് അദ്വൈതം, രണ്ടില്ലാത്ത ഒന്ന്. എന്നാൽ നമ്മളൊന്നും അദ്വൈതവാദികളല്ല. സാമാന്യ ജനങ്ങൾ ഈശ്വരനെ അറിയുന്നത് ദേവാലയങ്ങളിലൂടെയാണ്. ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുമ്പോൾ, ആറന്മുളയപ്പനെ കാണാൻ ചെല്ലുമ്പോൾ ആറന്മുളയപ്പൻ മൂർത്തിയും നമ്മൾ ഭക്തനുമാണ്. ഭക്തനും മൂർത്തിയും സൃഷ്ടിയും സൃഷ്ടാവും രണ്ടായി കാണുന്നതാണ് ദ്വൈതം. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ ദ്വൈതവാദികളുമാണ്, അദ്വൈതവാദികളാണ്. നാളെ ചിദാനന്ദപുരി സ്വാമികൾ വരുന്നുണ്ട്. സ്വാമിജി അദ്വൈതവാദിയാണ്. അദ്വൈത ആശ്രമമാണ് സ്വാമിജി നടത്തുന്നത്. രണ്ടില്ലാത്ത ഒന്നിൽ സ്വാമിജി അറിയുന്നു ഈശ്വരനെ. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് അത്തരം സന്യാസിമാർ പ്രാർത്ഥിക്കാറില്ല. കാരണം അവർ അദ്വൈതത്തെ അറിയുന്നു. സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുവാൻ കഴിയുന്ന ഒരാൾക്ക് ക്ഷേത്രോപാസനയുടെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് അദ്വൈതം എന്ന തലം. സാമാന്യ ഹിന്ദുക്കൾ, വിശ്വാസികൾ ഈശ്വരനെ അറിയുവാൻ ദേവാലയങ്ങളിലേക്ക് പോകുന്നു. ആ ദേവാലയങ്ങൾ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ട് കാട് കയറി മുടിഞ്ഞു. ഗുരുവായൂർ അമ്പലം പൊളിക്കണം, അവിടെ കപ്പ വെക്കണം, എന്നാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും. അല്ലയോ ഹിന്ദു, നീ എന്തിന് വേദങ്ങൾ പരതുന്നു? ചിതലുണ്ടോ എന്നറിയാം. മുദ്രാവാക്യമായിരുന്നു 1960-70 കാലഘട്ടത്തിൽ. ക്ഷേത്രങ്ങളും കാട് കയറി മുടിഞ്ഞതാണ് സനാതന ധർമ്മം അനുഭവിച്ച പ്രതിസന്ധികളിൽ ഒന്ന് ഈ കേരളത്തിൽ. നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിലെ സനാതനധർമ്മം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ ഹിന്ദു ഇക്കഴിഞ്ഞ 4 പതിറ്റാണ്ട് കൊണ്ട് 40 വർഷത്തിനിടയിൽ കാട് പിടിച്ച് നശിച്ചു പോയ ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർ തിരിച്ചു പിടിച്ചു. കാട് ചെത്തി വെട്ടി വൃത്തിയാക്കി ശിവലിംഗത്തെയും ഭഗവതിയെയും പുറത്തേക്കെടുത്ത് കുളിപ്പിച്ച് അത് താൽക്കാലിക ഷെഡിന്റെ ഉള്ളിലാക്കി അവിടെ ബാലാലയ പ്രതിഷ്ഠ നടത്തി ഇന്ന് മഹാക്ഷേത്രങ്ങളാക്കി അതിനെ മാറ്റുവാൻ ഹിന്ദുക്കൾക്ക് കഴിഞ്ഞത് അവനവന്റെ സത്വബോധത്തെ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ്. ആ സത്വബോധത്തിലേക്ക് അവൻ തിരിച്ചു വരുമ്പോഴാണ് അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ പണം കൊണ്ട് നിറയുന്നു. അങ്ങനെ പണം കൊണ്ട് നിറയപ്പെടുന്ന ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തെ കുറിച്ചാണ് നേരത്തെ ആദരണീയ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചത്. ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ഒന്നാമത്തേത് വിശ്വാസരാഹിത്യമാണ്. വിശ്വാസത്തെ ഇല്ലാതാക്കണം. ഭാഗ്യവശാൽ നമ്മൾ അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അമ്പലം ചുവരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറയുന്നവർ ഇന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുന്നുണ്ട്. അയ്യപ്പൻ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചവർ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ കണക്കുകളാണ് ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല എന്നതുപോലെ ഈ സനാതന ധർമ്മത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല. അത് അതിനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും, തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. സനാതന ധർമ്മം ചിരപുരാതനം, നിത്യനൂതനം. BC 326 മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടർ വന്നു. ഈ ഭാരതത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചു, നടന്നില്ല. പുരുഷോത്തമൻ എന്ന രാജാവിന്റെ അത്യുഗ്രമായ ചെറുത്തുനിൽപ്പിനിടയിൽ പലായനം ചെയ്യേണ്ടി വന്നു മാസിഡോണിയയിലെ യവന ചക്രവർത്തിക്കെങ്കിൽ യവന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചു. AD 710 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി 1100 ഗസ്നിയിൽ തുടങ്ങി. ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ 700 കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാരുടെ പടയോട്ട സമയത്ത് 40,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർപ്പണമാക്കപ്പെട്ടു. 50 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ആഹുതി നൽകി. അയോധ്യ, കാശി, മധുര അടക്കം 3000-ഓളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. 500 കൊല്ലക്കാലം 77 യുദ്ധം നടത്തി
3 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകിയിട്ടാണ് ഇന്ന് കാണുന്ന അയോധ്യയിൽ രാമക്ഷേത്രം ധരിച്ചുപിച്ചത്. അയോധ്യയിൽ രാമലല്ലയെ കണ്ട് നമിക്കുമ്പോൾ ഓർക്കണം, 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളുടെ കബന്ധങ്ങളിൽ ചവിട്ടി ചോരപ്പുഴ ഒഴുക്കിയിട്ടാണ് 1528 ബാബർ തകർത്ത് കളഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുക്കൾക്ക് തിരിച്ചു പിടിക്കാൻ 5 നൂറ്റാണ്ട് എടുക്കേണ്ടി വന്നുവെങ്കിൽ 2024 ആ ഭവ്യമായ ക്ഷേത്രം നമ്മുടെ ആദരണീയായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സമസ്ത ലോക ഹിതാർത്ഥം ഭക്തജനങ്ങൾക്കുള്ളിൽ തുറക്കപ്പെട്ടു. സനാതന ധർമ്മത്തിന്റെ സവിശേഷത എപ്പോഴെല്ലാം ഈ ധർമ്മത്തെ ആരെല്ലാം ചവിട്ടിമെതിക്കുവാൻ പരിശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഭാരത അഭ്യുദ്ധാനം അധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ഈ ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പരിത്രാണായ സാധൂന നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും വിനാശായ ചതുഷ്കൃത ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും സംഭവാമി യുഗേ യുഗേ യുഗയുഗങ്ങളായിട്ട് ഞാൻ അവതരിക്കും. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തെ ചവിട്ടി മെതിക്കുവാൻ വന്ന ഗസ്നിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു, അക്ബർക്കെതിരെ ഒരു റാണ പ്രതാപ സിംഹൻ ഉണ്ടായിരുന്നു, ഔറംഗസീബിനെതിരെ ഒരു വീര ശിവാജി ഉണ്ടായിരുന്നു. 700 കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ ദാറുൽ ഹർബ് ആയ ഭാരതത്തെ ദാറുൽ ഇസ്ലാമാക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ ലക്ഷോപലക്ഷം ഹിന്ദുക്കൾക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്നിട്ടും ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടേമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ മതപരരുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞ് ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളായി മാറിയിട്ടും ചരിത്രം രേഖപ്പെടുത്തിയ 700 കൊല്ലക്കാലത്തെ മതഭ്രാന്തിന്റെ പടയോട്ടത്തിന് ശേഷവും ഭാരതം ഇന്നും 80% ഹിന്ദുക്കൾ ജീവിക്കുന്ന രാഷ്ട്രമായി തുടരുന്നുവെങ്കിൽ ആ ധർമ്മത്തിൽ നാം കൊടുത്ത പേരാണ് സനാതനം, ഒരിക്കലും നശിക്കാത്തത് എന്ന്. ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, തുർക്കികൾ വന്നു, അറബികൾ വന്നു. 947 ഓഗസ്റ്റ് 15 ഭാരതമാതാവിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ടായതിന്റെ ഇങ്ങോട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ 78 വർഷങ്ങൾക്കിപ്പുറം ഭാരതമാതാവിന്റെ പാഞ്ചാലവും ബംഗാളവും വെട്ടിമുറിക്കപ്പെട്ടതിനു ശേഷമുള്ള അവശേഷിച്ച സ്വതന്ത്ര ഭാരതത്തിൽ 143 കോടി ജനങ്ങൾ ഇന്നും അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ മതപരമായ ഹിന്ദുക്കൾ ഇന്നും 110 കോടിയുണ്ട്. ചിരപുരാതനം നിത്യനൂതനം സമം സനാതനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരെല്ലാം ഏതെല്ലാം കാലഘട്ടത്തിൽ ഈ മണ്ണിനെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ മണ്ണിൽ നിന്ന് വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഓർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ, തേര് തെളിച്ചടരാടി നമ്മൾ ദേവർക്കായും യുദ്ധങ്ങൾ. ഭഗീരഥൻ പോലെ എത്ര മഹോന്നത തപസ്വിമാരുടെ വംശക്കാർ, പരമ്പരാഗതമല്ലോ നമ്മൾ കഥയിയ തീവ്ര തപശക്തി. എന്തെന്തുഗ്ര വിപത്തുകൾ നമ്മെ ചീറിയെടുത്തു നൂറ്റാണ്ടായി, എത്ര ഭയങ്കര ശത്രു പരമ്പര തീയും വാളുമെടുത്തെത്തി. ഉലകം വെല്ലും പോർവിളി പൊങ്ങി ഉയരും രാക്ഷസഗർഭങ്ങൾ, പണവും താഴ്ത്തി അടങ്ങിയതില്ലേ ഹൈന്ദവ വീര്യം ദർശിക്കേ. ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേയുഗേ, ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോയുഗേ. കൃതയുഗത്തിൽ ജ്ഞാനശക്തി കൊണ്ടും ത്രേതായുഗത്തിൽ മന്ത്രശക്തി കൊണ്ടും ദ്വാപരയുഗത്തിൽ യുദ്ധശക്തി കൊണ്ടും ഞാൻ രാമനും കൃഷ്ണനുമായി വന്നുകൊണ്ട് ഈ ധർമ്മത്തെ സംരക്ഷിച്ചുവെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിനു ശേഷം 5127 കൃഷ്ണവർഷം യുഗാബ്ദം കലിയുഗത്തിൽ വന്നു നിൽക്കുന്ന ഈ വേളയിൽ സംഘടനാ ശക്തി കൊണ്ട് ധർമ്മം സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി പരംപൂജനീയ ചട്ടമ്പിസ്വാമി തിരുവടികൾ 114 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന മതപരിവർത്തനത്തിന് തിരിച്ചടിക്കുവാൻ വേണ്ടി ആശയത്തിന്റെ പടവാൾ ഉയർത്തിയ മഹാത്മാവ് 114 വർഷങ്ങൾക്ക് മുമ്പ് പ്രേരണാ സ്രോതസ്സായി നിന്നുകൊണ്ട് ഈ ഹിന്ദുമത മഹാമണ്ഡലത്തിന് സമാരംഭം കുറിച്ചപ്പോൾ 101 കഴിഞ്ഞ് 14 വർഷങ്ങളും കഴിഞ്ഞിട്ടും
ഈ സനാതന ധർമ്മത്തെ ഉദ്ഘോഷിക്കുന്ന ഹിന്ദു മഹാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ നാൾക്കുനാൾ സജീവമായിട്ട് ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എങ്കിൽ ഈ ധർമ്മത്തിന്റെ പേരാണ് സനാതനം, ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികളിൽ കമ്മ്യൂണിസത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. കമ്മ്യൂണിസത്തിന്റെ വെല്ലുവിളിയിൽ നിന്ന് ഭാരതം ഒരു പരിധിവരെ മുക്തമായിട്ടുണ്ട്. ബംഗാളും ത്രിപുരയും എല്ലാം മുക്തമായിട്ടുണ്ട്. വോ ആഫ്റ്റർ നെഹ്റു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 1964 നെഹ്റുവിന് ശേഷം ഇന്ത്യ ആരും ഭരിക്കുന്നു. ആഫ്റ്റർ നെഹ്റു EMS എന്ന് പറയുവാൻ, മുദ്രാവാക്യം വിളിക്കുവാൻ ധൈര്യം ഉണ്ടായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സുന്ദരയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് AKജിയുമായ ഒരു വസന്ത കാലഘട്ടം ഉണ്ടായിരുന്നു. 9 സംസ്ഥാനങ്ങളിൽ അവർ പ്രബല ശക്തിയായിരുന്നു. പക്ഷെ അവരൊന്നും സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചില്ല. മറിച്ച് അയ്യപ്പനെ തകർക്കുവാൻ പരിശ്രമിച്ചതുപോലെ, സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരക്കാൻ പരിശ്രമിച്ചതുപോലെ, ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് ലൈംഗിക ആസക്തി തീർക്കുവാനെന്ന് പറഞ്ഞ ഹരീഷിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തതുപോലെ, മാതാവായിട്ട് ഗോവിനെ കണ്ടുകൊണ്ട് അമ്മയുടെ മുലപ്പാലിനൊപ്പം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ആ സാധുമൃഗത്തെ അമ്മയായി കണ്ടപ്പോൾ കേരളം മുഴുവൻ ബീഫ് ഫസ്റ്റ് നടത്തി നമ്മളെ അവഹേളിച്ചതുപോലെ ഒരുപാട് ആശയങ്ങൾ ഹിന്ദു വിരുദ്ധമായത് ചെയ്ത് തളർന്നു പോയിരിക്കുന്നു. ആ ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. കമ്മ്യൂണിസം എന്ന ആശയം സനാതന ധർമ്മത്തിന് നേരിട്ട വെല്ലുവിളികളെ സനാതന ധർമ്മം നിഷ്പ്രയാസം അതിജീവിച്ചിരിക്കുന്നു. ഇന്ന് സനാതന ധർമ്മത്തോട് മുട്ടുവാൻ ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസം എന്ന ആശയത്തിന് ഒട്ടും ശേഷിയില്ല. അതുകൊണ്ട് അവർക്ക് അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് പ്രോത്സാഹനജനകമാണ്. അയ്യപ്പ സംഘം നടത്തുമ്പോൾ നമ്മൾ അഴിമതിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അയ്യപ്പ സംഘം നിങ്ങൾ നടത്തരുത് എന്ന് പറയരുത്. കാരണം അവരും ഹിന്ദുക്കളാണെന്ന് തിരിച്ചറിവിലേക്ക് അവർ വരുന്നത് നമുക്ക് നല്ലതല്ലേ. രണ്ടാമത്തേത് മതപരമായ വെല്ലുവിളിയാണ്. ഇസ്ലാം, ക്രിസ്ത്യാനി നമ്മുടെ സഹോദര മതങ്ങളാണ്. നമുക്ക് ചുറ്റും, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ സഹോദര മതങ്ങളായിട്ട് ഇവരെല്ലാം ഉണ്ട്. നമുക്ക് അവർ ഒരുപാട് പ്രിയമാണ്. എന്നാൽ മതത്തെ പഠിക്കാതെ മതത്തെ വിലയിരുത്തുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പല വേദികളിലും രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാ മതങ്ങളെയും തത്വം ഒന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ മാത്രം ഇങ്ങനെ ഭീകരമാരുണ്ടായത്? അത് മതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആര് പറഞ്ഞില്ലായിരുന്നു? മതം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് 6 ടൈപ്പ് ഓഫ് മുസ്ലിങ്ങളെ കുറിച്ചും 4 ടൈപ്പ് ഓഫ് ഹിന്ദുക്കളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ, ഇസ്ലാം മതം എങ്ങനെയാണ് ഈ ധർമ്മത്തെ വെല്ലുവിളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. അതിൽ ഒന്നാമത്തെ മുസ്ലിം ദേശീയ മുസ്ലിമാണ്. ഈ മണ്ണിന്റെ അമ്മയാണ്, ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ മരിക്കുന്നത് ഇവിടെയാണ്, ഞാൻ ചേരുന്നത് ഇവിടെയാണ്, ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണെന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാത്മാക്കൾ കുടികൊള്ളുന്ന ഭാരതം. അടൽ ബിഹാരി വാജ്പേയി എന്ന ഹിന്ദു പ്രധാനമന്ത്രി, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രപതി, ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി. ഇത്ര സുന്ദരമായ നാട് ആകാശത്തിൽ എവിടെയുണ്ട്? ഹിന്ദുവായ പ്രധാനമന്ത്രി, ക്രിസ്ത്യാനിയായ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി, ഇസ്ലാമായ രാഷ്ട്രപതിയെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മണ്ണ്. അതാണ് ഒന്നാമത്തെ മുസ്ലിം, ദേശീയ മുസ്ലിം. രണ്ടാമത്തെ മുസ്ലിം വിശ്വാസിയായ മുസ്ലിമാണ്, ആരെയും ഉപദ്രവിക്കാത്ത മുസ്ലിം. നമുക്കൊപ്പം ഓണം കൊണ്ടുപോകാൻ വരുന്ന മുസ്ലിം, നമ്മൾ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് പെരുന്നാൾ നമ്മളെ ക്ഷണിക്കുന്ന മുസ്ലിം. ഇത് സമാധാന പ്രേമികളായ സാധാരണക്കാരായ, അറബിയിൽ മാത്രം ഖുർആൻ പഠിച്ച, അതിന്റെ മലയാള വ്യാഖ്യാനം അറിയാത്തവരായ സാധാരണക്കാരായ മുസ്ലിങ്ങൾ രണ്ടാമത്തെ മുസ്ലിം. മൂന്നാമത്തെ മുസ്ലിങ്ങൾ എന്റെ മതം മാത്രം ശരിയെന്ന് പഠിക്കുന്നവർ, എന്റേത് മാത്രമായിരിക്കണം ശരി എന്ന് പറയുമ്പോഴും നിന്റെ മതത്തിന് ഞാൻ എതിരല്ല എന്ന് വിശ്വസിക്കുന്ന മൂന്നാമത്തെ മുസ്ലിം. പക്ഷേ രാമനും കൃഷ്ണനും തെറ്റാണ്, അള്ളാഹു മാത്രമാകുന്നു ശരി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന മൂന്നാമത്തെ മുസ്ലിം. നാലാമത്തെ മുസ്ലിമിലേക്ക് വരുമ്പോ അപകടം വർദ്ധിക്കും. ആ അപകടം മതമൗലികവാദികളായ മുസ്ലിങ്ങളാണ്. ഇത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറയുന്നു. 15 കൊല്ലം മുമ്പ് എന്റെ വീട്ടിന്റെ വാതിൽ രാവിലെ 6 മണിക്ക് ഒരാൾ മുട്ടി. ഒരാളല്ല, 2 പേരാണ് മുട്ടിയത്. ഒരാൾ അമ്മ വാതിൽ തുറന്നു നോക്കുമ്പോ 2 ചെറുപ്പക്കാർ നിൽക്കുകയാണ്. ഈ മുട്ടിന് തൊട്ട് താഴെ പാന്റ് ധരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട 2 ആളുകൾ. ആ അമ്മയുടെ കയ്യിൽ ഒരു CD യും ഒരു ബുക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു,
ഞങ്ങളുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിന്റെ അടുത്ത് പ്രഭാഷണത്തിന് വരുന്നുണ്ട്. നിങ്ങളെല്ലാം വൈകുന്നേരം ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ല കാര്യം. എന്താണ് ഇസ്ലാം മതം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഹിന്ദുവിനെ വന്ന് ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകണം. ഖുർആൻ എന്താണ്, ബൈബിൾ എന്താണ് എന്ന് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് പഠിച്ചിട്ട് ഹിന്ദുവിനെ പഠിച്ചിട്ട് മാത്രമേ മതം മാറാൻ പാടുള്ളൂ. അല്ലാതെ അഖില ഹാദി ആയതുപോലെ പൊട്ടത്തരം കൊണ്ട് മതം മാറുന്നത്. ആ ബുക്ക് ജീവിതം എന്ത് എന്റെ കയ്യിൽ എപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അത് പലയിടത്തും കാണിക്കാറുണ്ട്. ആ ജീവിതം എന്തിന് എന്ന പുസ്തകത്തിന്റെ 36-ാമത്തെ പേജിൽ ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്ന ഭാഗമുണ്ട്. ഖുറാനിൽ പറയുന്നു 16 ടൈപ്പ് ഓഫ് ആളുകൾക്ക് നരകമുണ്ട് എന്ന്. ഒന്നാമത്തേത് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം, വിഗ്രഹാരാധകന് നരകം. നിങ്ങൾ പരിശോധിക്കും, മലയാള പരിഭാഷയിൽ ഖുറാനും ബൈബിളും നാട്ടിലെമ്പാടും കിട്ടും. വായിക്കണം, പഠിക്കണം, പരിശോധിക്കണം. ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം. അങ്ങനെയെങ്കിൽ മഹാത്മാഗാന്ധിക്ക് നരകമായിരിക്കും. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ കണ്ടേ മതിയാകൂ എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു, ശ്രീ കെ കരുണാകരൻ. അത് എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ എത്തിയിരുന്നു അദ്ദേഹത്തിന് നരകമായിരിക്കും. കാരണം ദൈവത്തിന് രൂപമുണ്ടാക്കുന്നു എന്നതുകൊണ്ട്. രണ്ടാമത്തേത് സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. അതിന്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്വർണം സ്ത്രീക്ക് ധരിക്കാം, പുരുഷന് ധരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ ധരിച്ചാൽ നരകം കിട്ടും. മൂന്നാമത്തേത് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം. പന്നിയുടെ മാംസം കഴിക്കുന്നവർക്ക് അപ്പൊ ഉമ്മൻചാണ്ടിക്ക് നരകമായിരിക്കും. മരിച്ചു പോയിട്ടുണ്ടാവും, മരിച്ചില്ല. ഇങ്ങനെ മദ്യപാനികൾക്ക് നരകം. ഇങ്ങനെ 16 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നരകം പറയുന്നു എങ്കിൽ നരകപ്രാപ്തിക്ക് കാരണമായി പറയുന്ന തെറ്റ് ഹിന്ദുക്കൾ ചെയ്യുന്നത് അയ്യപ്പനെ ആരാധിക്കുന്നു, ആറന്മുളയപ്പനെ ആരാധിക്കുന്നു, ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നു, ഏകദൈവം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു അല്ലാതെ മറ്റെല്ലാ ആരാധനയും തെറ്റാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചത് കാണണമെങ്കിൽ എരുമേലി വാവരുമലയിൽ പോയാൽ മതി. ഞാൻ 2018 ഒരു പ്രാവശ്യം അവിടെ പോയപ്പോ അവിടുത്തെ മൊയിലാറുമായിട്ട് തർക്കം ഉണ്ടായി. തർക്കിയതായിരുന്നു. അവിടുത്തെ സ്ഫടികത്തിൽ ഗോൾഡൻ ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ലായി. എവിടെ? നമ്മൾ കൊടുത്ത കുരുമുളകും പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ എരുമേലി വാവര് പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും അത് വായിച്ചു നോക്കാം. ഖുറാനിൽ അനേകം സൂക്തങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു വൃത്തിയുള്ള സൂക്തം ഇവിടെ എഴുതി വെച്ചുകൂടായിരുന്നു. അയ്യപ്പൻ ദൈവമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സൂക്തം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതാണ് 4-ാമത്തെ മുസ്ലിം. എന്റേത് മാത്രം ശരി, നിന്റേത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. 5-ാമത്തെ മുസ്ലിം തീവ്രവാദികളായ ആയുധം പേരിയ മുസ്ലിങ്ങൾ. കലിമ ചൊല്ലാൻ അറിയാമോ? 26-ാമോട് ചോദിച്ചു. അവര് പറഞ്ഞു എന്ത് കലിമ? നിങ്ങൾക്കറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതറിയില്ല. രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പരിചയമുള്ള ആളാണ്. എറണാകുളത്ത് മകളോടും മകളുടെ പേരക്കുട്ടികൾക്കൊപ്പം പഹൽഗാമിൽ, സ്വിറ്റ്സർലാൻഡ് പോലെ മനോഹരമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പോയതാണ് കഴിഞ്ഞ വർഷം. ഭീകരന്മാർ വന്നു. രാമചന്ദ്രൻ തലയോട്ടിയിലേക്ക് തോക്കിന്റെ കുഴൽ മുട്ടിച്ചിട്ട് പറഞ്ഞു കലിമ ചെയ്തു. രാമചന്ദ്രൻ പറഞ്ഞു എനിക്ക് കലിമ അറിയില്ല, ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞതും തലയോട്ടിയിലൂടെ ബുള്ളറ്റ് കടന്നുപോയി. കൺമുന്നിൽ തന്റെ അച്ഛന്റെ തല ചിതറിത്തെറിക്കുന്നത് കണ്ട് വിരണ്ടു പോയ മകൾ കൈക്കുഞ്ഞുങ്ങളെയും മാറോടടുക്കി പിടിച്ച് കാട്ടിലേക്ക് ഓടി. കാട്ടിൽ നിന്ന് ഓടി 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 എവിടെയോ എത്തി. അങ്ങനെ എല്ലാവരും കൂടി രക്ഷിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പോയ ഒരാഴ്ച മുമ്പ് കല്യാണം കഴിച്ച ആ നവദമ്പതിമാരിൽ പുരുഷന്റെ തലയോട്ടിയിലേക്ക് തലയ്ക്ക് നേരെ തോക്ക് മുട്ടിച്ചിട്ട് പറഞ്ഞു കലിമയിലല്ല. കലിമ എനിക്കറിയില്ലെന്ന് പറഞ്ഞതും തലയോട്ടി ചിതറി തെറിച്ചു പോകുന്നത് ഭാര്യ കണ്ടുവന്നു. ഈ തോക്കിങ്ങനെ അവിടെ വെച്ചിട്ട് പറഞ്ഞു നീ മോദിയോട് ചെന്ന് പറയണം ഇവരെ കൊന്ന കാര്യം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ നിലംപരിശാക്കിയ ആ യുദ്ധത്തിന് ഭാരതം ഒരു പേര് കൊടുത്തത് ഓപ്പറേഷൻ സിന്ധു. സഹോദരിയുടെ സിന്ദൂര തിലകം മായ്ച്ചു കളഞ്ഞതിന് ശക്തിയെ ദുർഗയെ ആരാധിക്കുന്ന ഭാരതം പ്രതികാരം ചെയ്തു. തൊംഹി ദുർഗാ ദശപ്രഹരണധാരിണി. 10 കൈകളിൽ ആയുധം ധരിച്ച ദേവിയെ ദുർഗയായിട്ട് ശക്തി സ്വരൂപിണിയായിട്ട് ആരാധിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ആയുധമില്ലാത്തൊരു ദേവി ദേവന്റെ പേര് പറയാൻ കഴിയുമോ നമുക്ക്? ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്, ഗതയുണ്ട്, കുന്തുണ്ട്, ചക്രമുണ്ട്. ആയുധം കയ്യിലെടുത്ത ഭീകരന്മാർ. നമ്മുടെ സൈനികരെ കൊന്നുകൊണ്ടിരിക്കുന്ന 500ഓളം ഭീകരന്മാരുടെ സംഘടന പേര് കാണാൻ
നിങ്ങൾ ഈ പ്രഭാഷണത്തിന് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ 500ഓളം സംഘടന പേര് വഴിയാലെ പിന്നാലെ വരും. ഒരൊറ്റ സംഘടന ഹിന്ദുവിന്റേതല്ല. പരിശോധിക്കുകയാണ്. ഇതാണ് 5ാമത്തെ മുസ്ലിം. ഭീകരന്മാരായ, നമ്മളെ കൊല്ലുന്ന, ഒരു ദാക്ഷിണ്യവും ആരോടും കാണിക്കാത്ത ജൂത കുടുംബത്തിലേക്ക് കയറി ചെന്ന് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഓവനിലിട്ട് ചുട്ടു കൊന്നുകളയുവാൻ മാത്രം മനസ്സിൽ മൃഗീയത സൂക്ഷിക്കുന്ന 5ാമത്തെ മുസ്ലിം. വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഭാരതത്തിലെ മുസ്ലിങ്ങളിൽ അത് വളരെ കുറവാണ്. പക്ഷെ ഈ 5ാമത്തെ മുസ്ലിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഈ 4 മുസ്ലിങ്ങൾക്കും സാധ്യത. അതാണ് സനാതന ധർമ്മം നേരിടുന്ന, ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളിൽ പരമപ്രധാനം. കാരണം വന്നത് 7 ഭീകരന്മാരാണ്. ആ 7 ഭീകരന്മാരിൽ ഒരാളുടെ തോക്ക് പിടിച്ചത് ഒരു ഇസ്ലാം മത വിശ്വാസമാണ്. കുതിരപ്പുറത്ത് ഒരു ഹിന്ദുവിനെ കയറ്റി വരികയായിരുന്ന ആ ഹിന്ദുവിനെ വെടിവെച്ച് കൊല്ലുവാൻ പരിശ്രമിക്കുമ്പോൾ ആ മുസ്ലിം യുവാവ്, നല്ലവനായ ദേശീയ മുസ്ലിം, ആ തോക്കിൽ കയറി പിടിച്ചു. അയാളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. 1ാമത്തെ മുസ്ലിമും 2ാമത്തെ മുസ്ലിമും 3ാമത്തെ മുസ്ലിമും ഈ ഭീകരന്മാരുടെ തോക്കിനിരയായിത്തീരും, അവരുടെ ഫത്ത അനുസരിച്ചില്ലായെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ സുഡാന്റെ ചരിത്രം ഇന്നലത്തെ പത്രം വായിച്ചു. 3 ദിവസം കൊണ്ട് 6000 ആളുകളെ കൊന്നുകളഞ്ഞത്. പക്ഷെ മനോരമയിലും മാതൃഭൂമിയിലും ചെറിയ അക്ഷരത്തിലേ അത് വരുള്ളൂ എന്ന് മാത്രം. സുഡാനിൽ കൊന്നത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാത്തതുകൊണ്ട് നിങ്ങൾ മാതൃഭൂമി പത്രം വായിക്കുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്നു. 2 മാസം മുമ്പ് മാതൃഭൂമിയിൽ ഒരു ലേഖന പരമ്പര വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനിൽ സംഭവിക്കുന്നത്. ലേഖിക പറയുകയാണ്, MBBS 4ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളുടെ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുകയാണ് തോക്കേന്തിയ ഭീകരന്മാർ. തോക്ക് കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പർദ്ദയിടൂ, മുഖം മറക്കൂ, ഇറങ്ങിപ്പോയിക്കോളൂ, നാളെ മുതൽ തുന്നൽ പണിയാണ് ജോലി. MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, തുന്നൽ പണി നല്ല ജോലിയാണ്. പക്ഷെ MBBS പഠിക്കുന്ന കുട്ടിയെ അവിടുന്ന് പുറത്താക്കിയിട്ട് തുന്നൽ പണിക്ക് വിടുന്നത് നല്ല ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗത്തെ കുറിച്ച് ലേഖിയെ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ, സനാതന ധർമ്മികൾ എത്രമാത്രം സ്വാതന്ത്ര്യമുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ. അമ്പലത്തിൽ പോകണ്ട, രാമനെ ആരാധിക്കുകയും വേണ്ട, ആണിനും പെണ്ണിനും. യുവതലമുറ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി, നിങ്ങൾ വിശ്വാസത്തിന് എതിരെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ അതിന് നാളെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അബ്സല്യൂട്ട് ഫ്രീഡം നൽകിയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒരു മൊബൈൽ ഫോൺ കുട്ടിക്ക് മേടിച്ചു കൊടുത്താൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കുട്ടി അതിനെ ചൂഷണം ചെയ്യരുത് എന്നത് സാമാന്യ മര്യാദയാണെന്ന് കുട്ടി അറിയുമ്പോൾ മാത്രമേ അത് അനുശാസനമാകുന്നുള്ളൂ. ഞാനിത് ചെയ്യരുത് എന്ന തിരിച്ചറിവിലേക്ക് കുട്ടിയുടെ മനസ്സ് പാകപ്പെടുമ്പോൾ മാത്രമേ അത് അനുശാസനമാകുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഇന്നറിയണമെങ്കിൽ 10 ദിവസം നിങ്ങൾ സൗദി അറേബ്യയിൽ താമസിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം. ഒരൊറ്റ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് താമസിച്ചാൽ മനസ്സിലാകും. ഒരു തോണി പുഴ കടന്നുകൊണ്ടിരിക്കുക, തോണിയിൽ നിറയെ യാത്രക്കാരുണ്ട്, കൂട്ടത്തിലൊരു പന്നിയുണ്ട്. പന്നി ഇടത്തോട്ട് ചാടി, തോണി ഇടത്തോട്ട് മറിയാൻ പോയി. പന്നി വലത്തോട്ട് ചാടി, തോണി വലത്തോട്ട് മറിയാൻ പോയി. യാത്രക്കാര് പന്നിയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, എടോ തന്റെ പന്നി കാരണം നമ്മളെല്ലാം വെള്ളത്തിലാണ്, പന്നിയോടൊന്ന് പറയും പറഞ്ഞു. മുതലാളി പറഞ്ഞു, ഞാൻ പറഞ്ഞ പന്നി കേൾക്കില്ല. കൂട്ടത്തിലൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. നാട്ടുകാർ ചോദിച്ചു, പണ്ഡിത എന്ത് ചെയ്യും? പണ്ഡിതൻ പറഞ്ഞു, എല്ലാവരും പിടിച്ച് പോക്കൂ, പരിഹാരമുണ്ട്, ഇതിനെഴുതി വെള്ളത്തിലെറിയുന്നു. എല്ലാവരും കൂടി പന്നിയെ പോക്കി വെള്ളത്തിലെറിഞ്ഞു. പന്നി കുറേ സമയം ഈ തോണിക്ക് പിന്നാലെ നീന്തി. ഒരു 10 മിനിറ്റ് നീന്തിയതിനു ശേഷം പണ്ഡിതൻ പറഞ്ഞു, എല്ലാവരും കൂടി പൊക്കിയെടുത്ത് ആ പന്നിയെ തോണിയിൽ ഇടുമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പൊക്കിയെടുത്ത് പന്നിയെ തോണിലിട്ടു. ഒരു കുഴപ്പമില്ല. അവരുടെ പന്നി ശ്വാസം കഴിക്കുകയല്ലാതെ മറ്റൊരു വികൃതിയും കാണിക്കുന്നില്ല. നാട്ടുകാർ അത്ഭുതത്തോടു കൂടി പണ്ഡിതനോട് ചോദിച്ചു, പണ്ഡിത എന്ത് സംഭവിച്ചു? അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് പന്നിക്കറിയില്ലായിരുന്നു വെള്ളത്തിൽ വീണാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. ഈ നാടിന്റെ സ്വാതന്ത്ര്യം മുഴുവൻ അനുഭവിച്ചത് രാമനും കൃഷ്ണനും ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്ന
10 പേരെ കൊണ്ടുപോയിട്ട് അഫ്ഗാനിസ്ഥാൻ ഇടുക, 2 ദിവസം ഇങ്ങോട്ട് ഇടുക. നല്ല കുട്ടികളായിരിക്കും, ഒരു കുഴപ്പവും പിന്നെ അവർ കാണില്ല. ഈ ഭാരതത്തിന്റെ വില അവർക്കറിയണമെങ്കിൽ ഒരു ദിവസം പാകിസ്ഥാൻ ചെല്ലണം. ലോകത്തിന്റെ പല രാജ്യങ്ങളും ടൂർ പോകുന്നവരല്ലേ നമ്മൾ. എന്തേ നിങ്ങൾ പത്തനംതിട്ടയിലും റാന്നിയിലും ഈ പറയുന്ന ചെറുകോൽപ്പുഴ ഈ മഹാസദസ്സിലും പങ്കെടുക്കുന്ന ആളുകളാരും പാകിസ്ഥാൻ ടൂർ പോകുന്നത് എന്താ? പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുണ്യദേശം എന്നല്ലേ? എത്ര സുന്ദരമാണ് പാകിസ്ഥാൻ. ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ പാകിസ്ഥാൻ. എത്ര സിന്ധു നദി അവിടെയല്ലേ? ഗംഗൈ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞ് 7 നദികളുടെ ജലത്തെ ആവാഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുമ്പോൾ ആറന്മുളയപ്പനെ കുളിപ്പിക്കുന്ന പാരമ്പര്യമുള്ള സിന്ധു നദി എവിടെയാണുള്ളത്? സിന്ധു പാകിസ്ഥാനിലല്ലേ? ആ സിന്ധു ഒഴുകുന്ന പാകിസ്ഥാൻ. എന്റെ നമ്മൾ ടൂർ പോകാത്തത്, എന്റെ നാട്ടിൽ നിന്ന് കുറെ ഡിവൈഎഫ്ഐയുടെ സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കൾ ഭാര്യമാരെയും കൂടി കാശ്മീർ ടൂറിന് പോയി ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ്. എന്നിട്ട് ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു, ഞങ്ങൾ കാശ്മീർ. ഞാൻ പറഞ്ഞു, കാശ്മീരിൽ എത്തിയ ഉടനെ നരേന്ദ്രമോദിക്ക് 3 സിന്ദാബാദ് വിളിച്ചോ ധൈര്യപൂർവ്വം. എന്തേ? തനിക്കൊക്കെ കാശ്മീരിൽ ടൂർ പോകണമെന്ന് തോന്നിയത് ഈ 10 കൊല്ലത്തിനിടയിലാണല്ലോ. 10 കൊല്ലം മുമ്പ് നമ്മൾ ആരെങ്കിലും കാശ്മീരിൽ ടൂർ പോകണമെന്ന് ചിന്തിച്ചിരുന്നോ? ചിന്തിച്ചിരുന്നില്ല. നമുക്ക് ഭയമായിരുന്നു. 2019 വരെ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, 370-ാം വകുപ്പ്. രാജ്യത്തിന്റെ ഉള്ളിൽ മറ്റൊരു രാജ്യം, അങ്ങനെയൊരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ. പ്രത്യേക അധികാരികൾ. ഭാരതത്തിന്റെ പാർലമെന്റ് പാസ്സാക്കുന്ന വിവരാവകാശ നിയമം പോലും ബാധകമല്ലെന്ന് പറഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന വളരെ മനോഹരമായ 2 നിയമങ്ങളാണ് തൊഴിലുറപ്പ്, വിവരാവകാശം, ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ പോലുള്ള നല്ല നിയമങ്ങൾ. പക്ഷേ ഇതൊന്നും കാശ്മീരിൽ ബാധകമില്ല. കാരണം കാശ്മീർ നിയമസഭ ഇത് പാസ്സാക്കണം. ഭാരതത്തിലെ ഒരു പൗരന് കാശ്മീരി പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഒരു പൗരന് കാശ്മീരിൽ പോയിട്ട് സ്വത്ത് വാങ്ങാൻ കഴിയില്ല. പെരുമ്പാവൂരിൽ ബംഗാളികൾക്ക് എത്ര സ്ഥലം മേടിച്ചിട്ട് വീടുണ്ടാക്കിയെന്ന് പറയും, ഇഷ്ടം പോലെ. ബംഗാളിയായി എന്നതുകൊണ്ട് കേരളത്തിൽ സ്ഥലം വാങ്ങാൻ ഒരു തടസ്സമല്ല. എന്നാൽ ബംഗാളിക്കും മലയാളിക്കും കാശ്മീരിൽ 2019 വരെ സ്ഥലം വാങ്ങാൻ കഴിയില്ല. കാശ്മീരി പെൺകുട്ടിയെ തമിഴ്നാട്ടുകാരനോ മലയാളിക്കോ കല്യാണം കഴിക്കാൻ കഴിയില്ല. ഈ വകുപ്പിന്റെ പേരായിരുന്നു 370-ാം വകുപ്പ്. അതെടുത്തു കളഞ്ഞു. പട്ടാളത്തിന് പൂർണ്ണ അധികാരം കൊടുത്തു. കല്ലെടുത്തെറിയുന്നവന്റെ നേരെ വെടിയുണ്ടകൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ കാശ്മീർ ശാന്തം, സ്വസ്ഥം, സുന്ദരം. ഡിവൈഎഫ്ഐക്കാർ ഭാര്യമാരെയും കൂട്ടിയിട്ട് കാശ്മീരിൽ പോയിട്ട് ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടു തരുന്നു. ഈ രാഷ്ട്രത്തിൽ 5ാമത്തെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഭീകരന്മാർ 1, 2, 3, 4, 6ാമത് ഇസ്ലാം. അതാണ് എക്സ് മുസ്ലിങ്ങൾ. 1.5 ലക്ഷം കടന്നിരിക്കുകയാണ് കേരളത്തിൽ. മതത്തെ ഉപേക്ഷിച്ചവർ, മതം പഠിച്ച് മതത്തെ ഉപേക്ഷിച്ചവർ. പ്രൊഫസർ ആരിഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ, ജാമിദ് ടീച്ചറുടെ നേതൃത്വത്തിൽ വലിയ സംവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. ആരിഫ് ഹുസൈന്റെ വീഡിയോ കാണാത്ത, അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ച കേൾക്കാത്ത ആരിഫ് കൂടുതൽ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരിഫ് ഹുസൈന്റെ മതനിന്ദയോട് നമ്മൾ ആരും വിളിക്കുന്നില്ല. അള്ളാഹുവിനെ മറ്റൊരു പേര് വിളിക്കുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആരെയും അവഗണിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇസ്ലാമിക സഹോദരങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പം ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു ഹിന്ദു ചിത്രകാരൻ മുഹമ്മദിന്റെ ഫോട്ടോ വരച്ചിട്ടില്ല. അത് പോപ്പുലർ ഫ്രണ്ടിനെ കണ്ട് ഭയന്നിട്ടില്ല. നമ്മുടെ ഋഷി പരമ്പര നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം. ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ഒരു ഫോട്ടോ വരയ്ക്കുമ്പോൾ അത് കോടിക്കണക്കിന് ഇസ്ലാമിക സഹോദരങ്ങൾക്ക് വേദന നൽകുന്നുവെങ്കിൽ ഞാൻ ആ ഫോട്ടോ വരക്കാതിരിക്കണം. അനേകം മൃഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്നുതാണ്. കോഴിയുണ്ട്, താറാവുണ്ട്, പലതുമുണ്ട്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച മണ്ണ്, മഹാവിഷ്ണു ശ്രീകൃഷ്ണനെ അവതരിച്ചപ്പോൾ ശ്രീകൃഷ്ണനെ മറ്റൊരു പേര് നമ്മൾ വിളിച്ചു ഗോപാലൻ. ഗോക്കളെ പരിപാലിച്ചവൻ, പശുവിനെ നോക്കി നടന്നുകൊണ്ട് ജീവിതം രൂപപ്പെടുത്തി ഗോവർദ്ധനത്തെ ആരാധിച്ച മുരളീധാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാരമ്പര്യം മുതൽ ഗോവിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുന്ന നാട്ടിൽ പശുവിന്റെ മാംസം വേണ്ടെന്ന് ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരു നിമിഷം പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചു പോവായിരുന്നു. ഞങ്ങൾക്ക് പശുവിനെ കൊന്നിട്ട് അതിന്റെ മാംസം വേണ്ട എന്ന് പറഞ്ഞാൽ ഉത്തരഭാരതത്തിലെ എത്ര സംഘർഷങ്ങൾ ഒഴിവാകുമായിരുന്നു. ഇതിവർക്ക് വാശിയാണ്. ഒരു വിഭാഗത്തിന് പശുവിനെ കൊന്നേ മതിയാവുള്ളൂ. പ്രമുഖനായ ഒരു നേതാവ് കണ്ണൂർ സിറ്റിയിലിട്ട് പശുക്കിടാവിന്റെ കഴുത്തറത്തു. കേരളം മുഴുവൻ ബീഫ് ഫെസ്റ്റുകൾ നടത്തപ്പെട്ടു. ഹരിയാനയിലെ ഒരു സംഭവത്തിന്റെ പേര് ആലോചിച്ച് നോക്കൂ. ഈ സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്
ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന്, കമ്മ്യൂണിസത്തിൽ നിന്ന് രണ്ടും നമ്മൾ വിശദീകരിച്ചു. ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നു, എന്നാൽ ഹിന്ദുവിനെ പഠിച്ചാൽ ഹിന്ദുവിനെ ആരും ഉപേക്ഷിക്കില്ല, ഹിന്ദുവിലേക്ക് ചേരും. നല്ല കാലത്ത് ഹിന്ദുവിട്ട് ഒത്തിരി പണി നൽകിയ ആളാണ് കഴിഞ്ഞ ദേവസ്വം വകുപ്പ് മന്ത്രി ജി സുധാകരൻ. 2 ടേംസിന് മുമ്പുള്ള ഇന്ന് രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. നല്ല കാലത്ത് ഹിന്ദുവിനിട്ട് പണി തരും. മുട്ടുവേദനയും ഊരവേദനയും തുടങ്ങുമ്പോൾ രാമായണം. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. MD വാസുദേവൻ നായർ ഒത്തിരി പണി നൽകി. പക്ഷെ മരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് തന്നെ ഗുരുവായൂരും ശബരിമല ഒക്കെ ആയിരുന്നു. വയലാർ ഒരുപാട് കവിതകൾ എഴുതി, രാവണപുത്രി എഴുതി. രാമനെ താടകയെ കൊണ്ട് ചുംബിപ്പിച്ചു. ആ രാത്രി വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ അനങ്ങാതെ ഒച്ചയുണ്ടാക്കാതെ ഒട്ടുവളകൾ കിലുക്കാതെ ദാശരഥരികത്ത് അനുരാഗ ദാഹ പരവശയായി വന്നു താടക. ഞാൻ വെടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർക്കൂന്തലിൽ ഹേമാങ്കങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുത്താന്തർ വികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. കവിതയുടെ ഭംഗിയുണ്ട്. വയലാറിനോട് നമുക്ക് ഒരു വെറുപ്പ് തോന്നില്ല. സാഹിത്യ ഭംഗിയുണ്ട്. രാവണപുത്രി എഴുതി ആദ്യ കാവ്യമായ രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ 500ഓളം രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ആനന്ദരാമായണം, അത്ഭുത രാമായണം, ഉത്തര ഭാരതത്തിൽ തുളസി രാമായണം. 6 കാണ്ഡങ്ങളിൽ രാവണന്റെ പുത്രിയായിട്ട് സീതയെ പറയുന്ന ഒരു രാമായണമുണ്ട്. അതാണ് കമ്പരാമായണം. നമ്മുടെ സ്റ്റാലിന്റെ മുത്തശ്ശൻ കരുണാനിധി ചോദിച്ചത് രാമൻ ഇപ്പൊ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്? സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ കരുണാനിധിക്കും ഹിന്ദുവിനെ ഇഷ്ടമല്ലാത്തത് രാമനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് രാമനെ ബഹുമാനമില്ലെന്ന് പറഞ്ഞ കമ്പരാമായണത്തെയും രാമായണത്തിന്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ ഹിന്ദുക്കൾ കാണും. ഞങ്ങളുടെ മലബാറിന്റെ രാമായണമുണ്ട്, മാപ്പിള രാമായണം. അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. മലയാള ഭാഷയുടെ പിതാവ് എഴുതിയ ആ രാമായണം കിളിപ്പാട്ട് രൂപത്തിലുള്ളതാണ്. നമുക്ക് ഏറെ ഹൃദ്യമായത്. നോക്കൂ, ആ രാമൻ, സീതാപതിയായ രാമൻ, ആ രാമരാജ്യ സങ്കല്പത്തെ വെച്ചു പുലർത്തി മഹാത്മാഗാന്ധി. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹം തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു കൈയിൽ തുളസിമാലയും മറുകൈയിൽ ഭഗവത്ഗീതയുമായിട്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിച്ചെന്ന മഹാത്മജിയോട് ഭാരതത്തിലെ ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി, സാഹിബിനെ പുറത്താക്കിയിട്ട് നമ്മളിപ്പോ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാമരാജ്യം. രാമൻ എന്ന സങ്കല്പത്തെ ഗാന്ധിജി പോലും ഹൃദയത്തിൽ ആവാഹിച്ചു. ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുമ്പോഴും രാമമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മഹാത്മജി ഭൂമിയോട് വിട പറഞ്ഞു. ആ രാമരാജ്യ സങ്കല്പത്തിൽ ആ രാവണന്റെ പുത്രിയായിട്ട് സീതയെ പറയുവാൻ വേണ്ടിയിട്ട് വയലാർ കവിത എഴുതി. മാറിൽ തുളഞ്ഞു കയറും രഘുവീരന്റെ ബാണങ്ങൾ ഓരോന്നായി വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയി രാവണന്. ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലി. പെറ്റുവീണപ്പോഴേ തന്മണി കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലതിയിൽ തന്റെ മനസ്സിൻ കയങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും ആ പൈതലെങ്ങോ മറഞ്ഞുപോയി. മനോഹരം. എന്നാൽ ഹിന്ദുവിനിട്ട് പണികൾ മൊത്തം നൽകിയ വയല, സനാതന ധർമ്മത്തിനിട്ട് ഒരുപാട് വയ്യാവേലകൾ കവിതയിലൂടെ കഥകളിലൂടെ ഒരുക്കി വെച്ച വയല, മരിക്കുന്നതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചു ഒരു കവിതയിലൂടെ. വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ല എൻ കരവാൾ വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ. വിപ്ലവം തോക്കിന്റെ കുള്ളിലൂടെ വരുമെന്ന ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നില്ല. ഞാനതുകൊണ്ട് വിപ്ലവമൊക്കെ ഉപേക്ഷിച്ചു. ഞാനൊരു മണിപ്പൊൻവീണ വാങ്ങി. ആരുടെ കയ്യിൽ കിടക്കുന്ന പൊൻവീണ? സരസ്വതി ദേവിയുടെ കയ്യിൽ കിടക്കുന്ന പൊൻവീണ ഞാൻ വാങ്ങിയിട്ട് എന്താണ് എന്റെ ആശയം? അദ്ദേഹം പറയുകയാണ്, ആരണ്യാന്തര ഗുഹുരോദര തപസ്ഥാനങ്ങളിൽ സൈതബോധാര ശ്യാമ മനോഭിരാമ കുളിരോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട്. അവരിലെ ചൈതന്യമൻ ദർശനം. ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എന്റെ ദർശനം. വാളല്ലൻ സമരായുധം എന്ന് പറഞ്ഞു വയലാർ. വാളിനെ ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് വന്നു എങ്കിൽ
ഈ രാഷ്ട്രം സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികളിൽ ഇസ്ലാമിക ഭാഗത്തെ നമ്മൾ പഠിച്ചുവെങ്കിൽ ക്രൈസ്തവ സോദരങ്ങളിൽ നിന്ന് മതപരിവർത്തനം ഏതാണ്? രണ്ടു തരം ക്രിസ്ത്യാനികളാണ് പ്രധാനമായിട്ട്. വിശ്വാസിയായ ക്രിസ്ത്യാനി, രണ്ട് വിശ്വാസത്തിലേക്ക് ആളച്ചേർന്ന ക്രിസ്ത്യാനി. ഒരു ദിവസം ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വലിയ ടൗണുണ്ട്, കുറ്റ്യാടി എന്നാണ് പേര്. കുറ്റ്യാടിയിൽ നിന്ന് ഒരു RSSന്റെ പ്രവർത്തകർ എന്നെ വിളിക്കുക. ഞാൻ കോഴിക്കോടിനടുത്ത് ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നിങ്ങൾ എവിടെയാണത്? പെട്ടെന്നൊന്ന് വരണം. നമ്മുടെ 150ഓളം അമ്മമാര് വരിവരിയായിട്ട് സെറ്റ് സാരി കൊടുത്ത് ചന്ദനക്കുറിയും തൊട്ട് എവിടത്തേക്കോ പോകുന്നു. പോകുന്നുണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അമ്പലത്തിൽ എന്തോ നാമജപോ അന്നദാനോ അങ്ങനെ വല്ലതും ഉണ്ടെന്നാ കരുതിയത്. പക്ഷെ കുറ്റ്യാടി പാലത്തിന്റെ അപ്പുറമുള്ള ഹാളിൽ പെന്തക്കോസ്റ്റുകളുടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലാക്കാണ് 150 ഹിന്ദു സ്ത്രീകൾ മാത്രം സാരി ഉടുത്തിട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു കൂടെ ചെന്നോക്കാൻ പറഞ്ഞു. അവര് 4-5 പേര് ചെന്ന് നോക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു അമ്മമാര് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. യഹോവേ എന്ന് വിളി കേട്ടാൽ നമ്മൾ കരുതും ടൗണിൽ എങ്ങാണ് യഹോവ നിൽക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നിലവിളിക്കുകയാണ്. മുട്ടുവേദന, ഊരവേദന ഒക്കെ മാറ്റിത്തരും, ക്യാൻസർ മാറ്റിത്തരും, കൃപാസനം പാത്രം കഴിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞവർ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ കോടഞ്ചേരി ടൗണിൽ നിൽക്കുക, അവിടെ ഒരു സത്സംഗം കഴിഞ്ഞിട്ട്. അപ്പൊ MSc പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഒരു ചെറിയ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് ഒരു പേപ്പറാണ്, ഞങ്ങൾക്ക് സായന പത്രം വല്ലതുമാണ്, വായിക്കാൻ നോക്കിയപ്പോഴാണ് ഇത് കൃപാസനാണ്. ഇതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് തിന്നാൽ ഒരുപാട് ആളുകളുടെ തലവേദന മാറിയിട്ടുണ്ട്. നോക്കൂ, ഭൗതിക വിദ്യാഭ്യാസത്തിൽ 17ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും വിശ്വസിക്കുന്നു ഒരു പത്രം ഭക്ഷിച്ചാൽ രോഗം മാറും, ഗർഭം ഉണ്ടാകും, വണ്ടി നന്നായിട്ട് ഓടും, വീട്ടിലെ പ്രശ്നങ്ങൾ തീരും എന്നൊക്കെ. അജ്ഞതയുടെ വലിയൊരു കയത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ. കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകാറുണ്ടായിരുന്നു, ഞങ്ങളതൊക്കെ ബ്ലോക്ക് ചെയ്തു. ജാഗ്രതയോടുകൂടി ഹിന്ദുക്കൾ ശ്രദ്ധിക്കണം. വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയായാൽ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞതും ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്ന് കൂടിയതുമല്ല, ഈ നാടിന്റെ ദേശീയതയ്ക്ക് ഒരു ശത്രു ഇറക്കുന്നു. ഇതെന്റെ വാക്കുകളുണ്ടോ? വിവേകാനന്ദ സ്വാമിയുടേതാ. അന്നത്തെ മതപരിവർത്തനം കണ്ടിട്ട് രക്ഷയില്ലാതെ ചട്ടമ്പി സ്വാമി തിരുവടികൾ പറഞ്ഞ ക്രിസ്തുമത ഛേദനം പ്രത്യേകിച്ച് NSSR വായിക്കും. സ്ഥാപകാചാര്യനല്ലേ, അദ്ദേഹത്തിന് പുസ്തകം വായിക്കണ്ടേ? ക്രിസ്തുമത ഛേദനത്തിന് മറുപടി എന്തേ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി അങ്ങ് എഴുതിയ പുസ്തകത്തിന് ആരും മറുപടി പറഞ്ഞില്ലല്ലോ. സ്വാമിജി അന്ന് ശക്തമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അതിന് മറുപടി പറയാൻ പറ്റുന്നവർ ഈ ഭൂമിയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്ന്. നമ്മുടെ ആചാര്യന്മാർക്ക് ആ കരുത്തുണ്ടായിരുന്നു. എന്തിനാണ് പരമപൂജനീയ ചട്ടമ്പി സ്വാമി തിരുവടികൾ ക്രിസ്തുമത ഛേദനം എഴുതിയത് എന്ന് നമ്മൾ ഓർക്കണം. അതാണ് മതത്തിലേക്ക് ആളെ കൂട്ടുക. ഞങ്ങള് ദക്ഷിണ ഭാരത യാത്ര നടത്തി ഒരു ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോ ബസ്സിൽ ആളില്ല, ക്ലീനർ മാത്രമേ ഉണ്ടായിരുന്നു, ഡ്രൈവറും. ബസ്സിൽ 45 ബൈബിൾ വെച്ചിരിക്കുന്നു. ഓരോ സീറ്റിലും ഓരോ ബൈബിൾ വെച്ചിരിക്കുകയാണ്, പുതിയ നിയമം. ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാതെ ഞങ്ങളുടെ ബസ്സിൽ കയറി ഞങ്ങളുടെ വണ്ടിയുടെ സീറ്റിൽ ഹിന്ദു സാംസ്കാരിക സംഘടന എന്നെഴുതിയ ലേബലൊട്ടിച്ച വണ്ടിയുടെ സീറ്റിൽ ബൈബിൾ വെച്ചു പോയി. നമ്മൾ ബൈബിളിന് വലിയ സ്ഥാനം നൽകുന്നവരാ, ഒരു മതഗ്രന്ഥത്തെയും അവഹേളിക്കാത്തവരാണ് നമ്മൾ ഹിന്ദുക്കൾ. പക്ഷെ 45 ബൈബിൾ കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇതെല്ലാം എടുത്തിട്ട് ബസ്സിന്റെ മേലെ അവിടെ വെച്ചു, കുറേണ്ണം താഴെ വീണു, വീണ്ടും അവിടെ വെച്ചു. ബൈബിൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ബൈബിൾ വായിക്കേണ്ടവൻ പണം കൊടുത്ത് ബൈബിൾ വാങ്ങി വായിക്കണം. ഖുറാൻ വായിക്കേണ്ടവൻ പണം കൊടുത്ത് ഖുറാൻ വാങ്ങി വായിക്കണം. ഭഗവത്ഗീത വായിക്കേണ്ടവൻ പണം കൊടുത്ത് ഭഗവത്ഗീത വാങ്ങി വായിക്കണം. അല്ലാതെ ഭഗവത്ഗീത വായിച്ചേ മതിയാവൂ എന്ന് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പറയാൻ പാടില്ല. ഇതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് അവരും പറയാൻ പാടില്ല. അത് അവരെ സ്നേഹത്തോടെ ബോധവൽക്കരിക്കണം. കാരണം അവർ നമ്മളായിട്ട് ശാരീരിക തല്ലില്ല. ഇപ്പൊ അവർക്ക് ഒരു പരിധിവരെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 1000 ഹിന്ദുക്കൾക്കിടയിൽ ഒരു ക്രിസ്ത്യാനിക്ക് നിർഭയം ജീവിക്കാം. എന്റെ ഗ്രാമത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. 70% മുസ്ലിങ്ങളും 30% ഹിന്ദുക്കളും ജീവിക്കുന്ന 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എന്റെ നാട്ടിൽ, എന്റെ ഗ്രാമത്തിൽ ഈ ഡിസംബർ 1 ആകുമ്പോ ഹിന്ദു വീട്ടിൽ നക്ഷത്രം തൂക്കും. ആര്? ഹിന്ദുക്കൾ പണം കൊടുത്ത് വാങ്ങിയിട്ട്. പെന്തക്കോസ്റ്റൊന്നും മേടിച്ചു തന്നൊന്നുമല്ല, ഹിന്ദുക്കൾ വാങ്ങിയത്. ഇത് പ്ലഗ് കുത്തും, സ്വിച്ച് ഇടും, അപ്പൊ കറണ്ട് ബില്ല് വരും. ഇതൊരു പെന്തക്കോസ്റ്റ് പാതിരി അടക്കില്ല, ബില്ലും നമ്മൾ തന്നെ അടക്കണം.
ഹിന്ദുവിന് ക്രിസ്മസ് ആഘോഷിക്കാൻ അറിയാം. കരോളുമായിട്ട് ഹിന്ദു കുട്ടികൾ അപ്പൂപ്പന്റെ വേഷവും കിട്ടി വീട് വീടാന്തരം കയറി ഇറങ്ങാറുണ്ട്, പുൽക്കുടിൽ തീർക്കാറുണ്ട്. ക്രിസ്ത്യാനിയുടെ യേശുദേവന്റെ ജന്മദിനത്തെ ഒരൊറ്റ ക്രിസ്ത്യാനില്ലാത്ത എന്റെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ ആരാധിക്കുമ്പോൾ ആചരിക്കുമ്പോൾ ഒരൊറ്റ മുസ്ലിം വീട്ടിൽ ഞാൻ നക്ഷത്രം കണ്ടിട്ടില്ല. നിങ്ങളുടെ ഈ പത്തനംതിട്ട ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദുക്കളെ കുറിച്ച് വി ഡി സവർക്കർ പറഞ്ഞത് സദ്ഗുണ വൈകൃതികളാണ്. ഗുണം കൊണ്ട് കൂടി 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 വെള്ളിയാഴ്ച ഇരിക്കുന്ന കുട്ടി മുസ്ലിം ആയിരിക്കണമെന്ന് ഉത്തരവിട്ട രാജാവ് ഉണ്ടായിരുന്നു മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ. വെള്ളിയാഴ്ച ഹിന്ദു വീട്ടിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം മുസ്ലിം ആയിരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ. അപ്പോ സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ രണ്ടാമത്തേതാണ് അവശതയെയും അജ്ഞതയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനം. RCC തിരുവനന്തപുരം എന്റെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം RSSന്റെ കരുത്ത പ്രവർത്തകനാണ്. അദ്ദേഹം മകൾക്ക് ഒരു ഓപ്പറേഷൻ വേണം, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെന്തക്കോസ്റ്റ് പാദ്രികൾ 2-3 സ്ത്രീകളും 1-2 പുരുഷന്മാരും കൂടി റൂമിലേക്ക് കടന്നു വന്നത്. റൂമിൽ കടന്നു വന്നു. എന്തിനാ വന്നു ചോദിച്ചോ, പ്രാർത്ഥിക്കാൻ വന്നാണ്. പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ സൂക്കേട് മാറുന്നുവെങ്കിൽ മാറട്ടെ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞു, നമുക്ക് അടുത്ത മുറിയിലും കയറി പ്രാർത്ഥിക്കണം. പാതിരിക്ക് വളരെ സന്തോഷം. അടുത്ത മുറിയുടെ വാതിൽ തുറന്ന് ഒന്നാമത്തെ കാൽ വെച്ചതും തീയിൽ ചവിട്ടിയതുപോലെ അവർ പറയിലേക്ക് വലിഞ്ഞു. കാരണം പറഞ്ഞെടുത്ത മുസ്ലിം സ്ത്രീ അവിടെ ഇരിക്കുന്നു. ഇയാൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. ഇയാൾ ഒന്ന് പ്രാർത്ഥിക്കണം, ഹിന്ദുവിന്റെ സൂക്കേട് മാത്രം മാറ്റിയ പോരല്ലോ, അത് മുസ്ലിം കുട്ടിയുടെ സൂക്കേട് പ്രാർത്ഥിച്ച് മാറ്റണ്ടേ? അത് പറ്റില്ല കേട്ടോ, മുസ്ലിം കുട്ടിയുടെ സൂക്കേട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറില്ല. അങ്ങനെ ഹിന്ദുവിന്റെ സൂക്കേട് മാത്രം മാറ്റുന്ന പ്രാർത്ഥന ഉണ്ടാവും. മുസ്ലിം കുട്ടിയുടെ രോഗം മാറാത്ത പ്രാർത്ഥനയും ഹിന്ദു കുട്ടിയുടെ രോഗം മാറുന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് വേണ്ടെന്ന് പറയുവാൻ സനാതന ധർമ്മികതയാണ്. ആ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കത്തോലിക്കന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം, സുന്നി മുസ്ലിന്റെ വീട്ടിൽ പോയി വേണം. പുലയന്റെയും പറയന്റെയും നായരുടെയും നമ്പൂരുടെയും വീട്ടിൽ മാത്രം വന്നാൽ പോരാ. ഞങ്ങൾ ഹിന്ദുക്കൾ പല തട്ടുകളിലായിട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചു. തൊട്ടുകൂടായ്മ തിണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളെ കൊണ്ട് തീർത്തു. ഇന്നൊരമ്പലത്തിലും ഞാൻ ചോദിക്കില്ല. അമ്പലത്തിൽ ശാന്തിക്കാരനാകുവാൻ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആലുവയിൽ തന്ത്രവിദ്യാപീഠത്തിൽ പോയി. അവിടെ 40 കുട്ടികൾ താമസിച്ച് പഠിക്കുക. ഒരാളുടെയും ജാതി നമ്മൾ ചോദിച്ചിട്ടില്ല, അവിടെ ഉള്ളവർക്ക് അറിയുകയില്ല. എല്ലാവർക്കും ഉപനയന കർമ്മം നടത്തി പൂണൂൽ ധരിച്ചിട്ടുണ്ട്. ഉപനയന കർമ്മം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാരംഭം കുറിക്കുക എന്നതാണ് ആ തന്ത്രശാസ്ത്രത്തിന്റെ. പൂണൂലിട്ടവരെ കാണുമ്പോൾ നമ്പൂതിരി ബ്രാഹ്മണനായിട്ട് കണക്കാക്കരുത്, അവർ ബ്രാഹ്മണ്യ കുലത്തിലേക്ക് വന്നവരാണ് എന്നറിയണം. നമ്മുടെ ഹിന്ദു സമൂഹം സനാതന ധർമ്മം അനുഭവിക്കുന്ന മൂന്നാമത്തെ വെല്ലുവിളി നമ്മുടെ വിഷയത്തിൽ മതപരിവർത്തനമാണ്. അരികടല ഗോതമ്പ് പഞ്ചസാര കൊടുത്തുകൊണ്ട് അവശതയെ ചൂഷണം ചെയ്ത് മദർ തെരേസ പോലും, ലോകത്തിന്റെ മാതാവെന്ന് രാഷ്ട്രീയക്കാർ വാഴ്ത്തിയ മദർ തെരേസ പോലും അവസാനം കൊടുത്തത് എന്തായിരുന്നു? കുരിശായിരുന്നു. കുരിശ് കൊടുക്കാത്തൊരു സേവനമില്ല. എന്നാൽ സേവനത്തെ കുറിച്ച് ഹിന്ദുവിന്റെ അഭിപ്രായം എന്താ? വിഷ്ണു സഹസ്രനാമം പറയും ഭഗവാന്റെ രൂപം എങ്ങനെയാണ്? സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപ. എന്റെ ഭഗവാൻ 1000 കൈയുണ്ട്, 1000 കണ്ണുണ്ട്, 1000 കാലുണ്ട്. ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്. ലോകത്തിലെ എല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നത്, ആ കൈകളിൽ ഒരു ഭക്ഷണപ്പൊതി വെച്ചു കൊടുത്താൽ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുന്നത്. രോഗം കൊണ്ടും ദുരിതം കൊണ്ടും കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരാളുടെ കണ്ണുനീർ ഒപ്പിക്കൊടുക്കുവാൻ നീ തയ്യാറായാൽ നീ ഭഗവാന്റെ കണ്ണുനീർ തന്നെയാണ് ഒപ്പിക്കൊടുക്കുന്നത്. നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ എന്ന് പഠിപ്പിച്ചപ്പോൾ അയൽ വീട്ടിൽ കിടക്കുന്നവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്ന് നോക്കിയിട്ടല്ല ഹിന്ദുക്കളായ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ആവശ്യത നോക്കിയിട്ടാണ്. ആവശ്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദുവിനെ മതപരിവർത്തനം ചെയ്യുന്നതാണ് സനാതന ധർമ്മം നേരിടുന്ന ഈ കാലഘട്ടത്തിലെ വെല്ലുവിളി എന്നറിയണമെങ്കിൽ ഈ സനാതന ധർമ്മം സകല വെല്ലുവിളികളെയും അതിജീവിക്കും. എന്തുകൊണ്ട്? ഈ ധർമ്മത്തിനൊരു സവിശേഷതയുണ്ട്. അത് ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷി എന്നതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ധർമ്മ രക്ഷയ്ക്ക് വേണ്ടി അവതാരങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കും. അതുകൊണ്ടാണ് ശബരിമല ഈ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ചോദിച്ചു, ഡയന ഫാത്തിമ എന്നപ്പോ തടുക്കാൻ എന്തിനാണ് നിങ്ങൾ പോയത്? അയ്യപ്പന് പുലിയില്ലേ? 2 പുലി അങ്ങോട്ട് വിട്ടാൽ പോലെ. ഡയന ഫാത്തിമയെ പുലി പിടിക്കില്ലേ? അയ്യപ്പന് പുലിയുണ്ട്, അയ്യപ്പന് ശക്തിയുണ്ട്, അയ്യപ്പൻ പറഞ്ഞാൽ പുലി കേൾക്കും. പക്ഷെ താൻ വാദി ദൈവം വാദി എന്നല്ലേ നമ്മൾ പിടിച്ചത്? ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശേ. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം, ഈ 6 ഗുണങ്ങൾ ആരിലൂടെ പ്രവർത്തിക്കുന്നുവോ അവനിലൂടെയാണ് ഞാൻ പ്രകാശിക്കുക എന്ന് ശ്രീധർമ്മശാസ്ത്രാവ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് രഹന ഫാത്തിമ ചെന്നാൽ തടുക്കാൻ നമ്മൾ ചെല്ലണം. രഹന ഫാത്തിമ ചെന്നപ്പോ നമ്മൾ കണ്ടു, കനതുകയും ബിന്ദുവിനെയും നമ്മൾ കണ്ടില്ല, ആംബുലൻസിലാവുന്നത്. അതുകൊണ്ടാണ് നടക്കാത്തത്. പക്ഷെ എന്ത് നേടി? ഈ സനാതന ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കാരിയായ ബിന്ദു അമ്മിണിയെയും മലപ്പുറം ജില്ലയിലെ കനകദുർഗയെയും കയറ്റിയിട്ട് ആ പാർട്ടിയും പ്രസ്ഥാനവും ഭരണകൂടവും എന്തും നേടി? 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിലെ ഒരൊറ്റ ശബരിമലയിൽ മാത്രം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചു എന്നൊരൊറ്റ വിശ്വാസം കൊണ്ട് മാത്രം ആർത്തവചക്രം ശരീരത്തിൽ കറങ്ങുന്ന യുവതികൾ ചെല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന 33 കോടി ദൈവങ്ങളിൽ 60% ദേവിയും ഭഗവതിയുമായി സങ്കല്പിച്ച് കരുതി ആരാധിക്കുന്ന, സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും സ്ത്രീരൂപത്തെ ആരാധിക്കുന്ന, എത്ര നാരിസ്തി പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞ, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതമാർ രമിക്കുന്നു എന്ന് പറഞ്ഞ അർദ്ധനാരീശ്വര സങ്കല്പത്തെ വരച്ചു ചേർത്ത് ശിവനെയും പാർവതിയെയും പാതിയാക്കിയ ഈ സനാതന ധർമ്മത്തിന്റെ വിശ്വാസത്തെ മാനിക്കുവാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച കോടിക്കണക്കിന് ഹൈന്ദവ സ്ത്രീകൾ റെഡി ഫോർ വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി തെരുവോരങ്ങളിൽ ചുംബന സമരമായി നടന്ന ആർക്കും വേണ്ടാത്ത ഈ 3 സ്ത്രീകളെയും കൊണ്ട് ശബരിമല കയറേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തും നേടി. എന്താണ് നേടിയത്? അയ്യപ്പന് ശക്തിയുണ്ടോ? അയ്യപ്പൻ പണി കൊടുത്തോണ്ടിരിക്കുകയില്ലേ? അയ്യപ്പന്റെ പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ആദ്യം വന്നു, പിന്നെ മുരാരി ബാബുവായിട്ട് വന്നു, പിന്നെ പത്മകുമാറായിട്ട് വന്നു, വാസുവായിട്ട് വന്നു. അല്ലേ? ആരൊക്കെയായിരുന്നു ഇവര്? നിങ്ങളുടെ നാട്ടിലെ രാജാക്കന്മാർ ഇപ്പൊ എവിടെയാ? ജയിലിൽ ഗോതമ്പുണ്ടയാണോ ചപ്പാത്തിയാണോ എന്ന് എനിക്കറിയില്ല. ജയിലിലാണ് മിക്കവാറും ആളുള്ളത്. നാം ആരാധിക്കുന്നത് തന്ത്രിയാണ്. കണ്ഠര് രാജീവര് എന്ന തന്ത്രി, ആ പദത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സന്യാസി ഇവിടെ വന്നാൽ നമ്മൾ കാലുതൊട്ട് വണങ്ങും. സന്യാസി ഉപേക്ഷിച്ച് നാളെ പാന്റ് ഷർട്ട് വന്നാൽ നമ്മളാരും കാലുതൊട്ട് വണങ്ങില്ല. നമ്മൾ വണങ്ങിയത് ആ വസ്ത്രത്തെയായിരുന്നു. നമ്മൾ വണങ്ങിയത് ശരീരത്തിന്റെ മുകളിൽ പൊതിച്ചിരിക്കുന്ന കാഷായ വസ്ത്രത്തെയായിരുന്നു. തന്ത്രിയാണ്. അതുകൊണ്ട് നമ്മൾ തന്ത്രിമാരൊന്നും മൊത്തം അങ്ങനെ വിലയിരുത്താൻ പാടില്ല. ഏതെങ്കിലും ഒരു തന്ത്രി, ഏതെങ്കിലും ഒരു സന്യാസിയൊക്കെ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട്, സന്ദീപാനന്ദഗിരി അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാ സന്യാസിമാരും അക്കൂട്ടത്തിലാണ്. മഹത്തായ ഒരു പരമ്പരയാണ് ഗിരി പരമ്പര. ആ ഗിരി പരമ്പരയിൽ ഒരാൾ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ മകൾ അച്ഛനാൽ പീഡിക്കപ്പെട്ടാലുള്ള അവസ്ഥ നിങ്ങൾ. വീടാണ് ഒരു പെൺകുട്ടിയുടെ അഭയകേന്ദ്രം. അവൾ സുരക്ഷിതമായിരിക്കുന്നത് അവളുടെ അച്ഛന്റെ കരവലയത്തിലാണ്, അച്ഛന്റെ മാറിലാണ്, അച്ഛന്റെ സ്നേഹസ്പർശത്തിലാണ്. അച്ഛനാൽ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നത് പോലെയാണ് തന്ത്രിയാൽ അയ്യപ്പൻ പീഡിപ്പിക്കപ്പെടുന്നത്. കാരണം പിതൃസ്ഥാനത്താണ് തന്ത്രി. തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ നമുക്കറിയില്ല. കോടതി തീരുമാനിക്കട്ടെ. തീരുമാനത്തിനൊടുവിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് മാപ്പ് പറയാം. പക്ഷേ നിലവിലുള്ള അന്വേഷണത്തിൽ അദ്ദേഹം ജയിലിലാണ്. തെറ്റ് ചെയ്തുവെങ്കിൽ പിതാവ് മകളെ പീഡിപ്പിച്ചതിന് തുല്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. മറ്റാര് ചെയ്തോട്ടെ. ഭയഭക്തി ബഹുമാനം, ഈ 3 വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നടുക്കുള്ളതാണ് പ്രധാനം, ഭക്തി. ഒരു യഥാർത്ഥ ഭക്തന് ഭയം ഉണ്ടാകും. ഏത് ഭയം? നമ്മൾ ആറന്മുളത്തിനെ കാണാൻ പോകാറില്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകാറില്ലേ? ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ കണ്ടിട്ടുണ്ടോ? വൈഡൂര്യവും രക്തവും പവിഴ. കോടാനു കോടി രൂപയുടെ തിരുവാഭരണം ഓരോ ദേവീ ദേവന്റെയും കഴുത്തിലുണ്ട്. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ചിന്തിച്ചോ അതിൽ ഒരു പവൻ അടിച്ചു മാറ്റി വിട്ടു കൊണ്ടുപോകണം? എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഭക്തിയുണ്ട്. യഥാർത്ഥ ഭക്തന് ഭയമുണ്ടാകും. ഏത് ഭയം? തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മനസാക്ഷിയുടെ ഭയം. അങ്ങനെയെങ്കിൽ ബഹുമാനം ഉണ്ടാവും ഭഗവാനോട്, ദേവനോട്.
ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ ക്ഷേത്രം ഭരിച്ചു തുടങ്ങിയ അയ്യപ്പന്റെ പൊന്നൊക്കെ ചെമ്പാവും, ഉറപ്പായിട്ടും ചെമ്പാവും. ചെമ്പാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിലൊന്ന്, ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ബഹുമാന്യയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന വനിതാ രത്നം, ഹിന്ദു സ്ത്രീകൾക്ക് രാഷ്ട്രപതിയാകട്ടോ, ഹിന്ദു സ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയാകാം. ഇന്ദിരാഗാന്ധി ഹിന്ദു സ്ത്രീയാണ്. നിർമ്മല സീതാരാമൻ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, മന്ത്രിയാകാം, MLA ആകാം, MP ആകാം. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ MLA ആയിട്ടില്ല, MP ആയിട്ടില്ല, മന്ത്രിയായിട്ടില്ല. ആ മതത്തിന് സ്ത്രീകളുടെ കാഴ്ചപ്പാട് ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെ അവർ കാണിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് എന്തുമായി തീരാൻ ആ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രീമതി അവിടെ വന്നപ്പോൾ 18 പടികൾക്ക് താഴെ ഇരുമുടി കെട്ടുമേന്തി 18 പടികൾ കയറി അയ്യപ്പനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ അംഗരക്ഷകന്മാരും സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ മസിൽ പിടിച്ചുകൊണ്ട് ഒരു വെള്ളയും ധരിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വാസൻ. സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ ഒന്നാണ് അയ്യപ്പനെ കാണുമ്പോൾ നെഞ്ചോട് കൈചേർക്കാത്ത ദേവസ്വം വകുപ്പ് മന്ത്രി. ഇത് മാറ്റണം. മിനിമം ഇത്ര മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഞാനൊരു രാഷ്ട്രീയം പറയുന്ന ആളല്ല, എന്നാൽ രാഷ്ട്രീയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ദേശീയതയുടെ രാഷ്ട്രീയം, രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുന്ന രാഷ്ട്രീയം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഗുരുവായൂരപ്പനെ കാണുമ്പോൾ, ശബരിമല അയ്യപ്പനെ കാണുമ്പോൾ ഈ രണ്ട് കൈകളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടാകണമെന്ന് 50% ഹിന്ദുക്കൾ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഈ കേരളത്തിലുള്ളൂ എന്നാണ് പറയണം. ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂർ സിംഗ് 200 മീറ്റർ ഇപ്പുറത്ത് ചോദിക്കുകയാണ്, ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ? വട്ടത്തിൽ കാണുന്നവരാണോ ഗുരുവായൂരപ്പൻ? നിങ്ങൾ ആരാധിക്കണം, അവഹേളിക്കരുത്. ആരാധിക്കണം നിർബന്ധമൊന്നുമില്ല. അമ്പലം എന്ന് ചുവരിലെ വിഗ്രഹം എന്നത് അല്ല എന്ന മുദ്രാവാക്യം അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ചാ പറഞ്ഞു കൊടുത്തത്. പണ്ടൊരു പാതിരി മതം മാറി ധർമ്മത്തിലേക്ക്, ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നതിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളിൽ ഒരു ചരിത്രം ഇതാണ്. അദ്ദേഹം രാജസ്ഥാനിൽ കൂട്ടത്തോടുകൂടി രാവിലെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ ബ്ലോക്ക് ചെയ്ത് നിർത്തി അമ്പലത്തിന്റെ ആൽത്തറയ്ക്കടുത്ത് ഹിന്ദുക്കളോട് പറയാണ്, ഹിന്ദുക്കളെ നിങ്ങളുടെ ദൈവങ്ങൾ കല്ലുകളാണ്, നിങ്ങളുടെ ദൈവം കരയില്ല, നിങ്ങളുടെ ദൈവം ചിരിക്കില്ല, നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഹിന്ദുക്കൾ ഇങ്ങനെ കൈമുട്ടി കൊടുത്തു. ആ ഗംഭീര സ്പീച്ച് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ആ അമ്പലത്തിൽ മണി മുടങ്ങിയത്. അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യണം, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് അവർ ദൈവത്തെയും ആരാധിച്ച് വേഗം വന്നിട്ട് പറഞ്ഞു, ആ പറയൂ, ബാക്കി പറയുന്നു. അപ്പോഴാണ് ഇയാളിങ്ങനെ പാതിരിയാണ്, ഇവരോട് എന്താ പറയണത്? ഇതെന്തൊരു സഹിഷ്ണുത! അവന്റെ ദൈവത്തെ കുറ്റപ്പെടുത്തി എന്റെ ദൈവമാണ് ശരിയെന്നും നിന്റെ ദൈവം തെറ്റാണെന്നും പറയുന്നത് കേട്ടിട്ട് ബാക്കി പറയൂ എന്ന് പറയുന്ന ഒരു ജനതയെ എങ്ങനെ മതപരിവർത്തനം ചെയ്യുന്നു? അയാൾ എന്തുവാണ്? അവിടെയാണ് ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തിൽ നിന്ന് സനാതന ധർമ്മത്തെ മോചിപ്പിക്കണം ഇവിടെ പ്രായോഗിക തലത്തിൽ. എത്ര ക്ഷേത്ര കേരളത്തിലുള്ളതെന്ന് അറിയോ? 50,000-ഓളം. അതിൽ ദേവസ്വം ബോർഡത്തിന് നടന്നത് 5 ദേവസ്വം ബോർഡാണ്. മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 ചെറിയ ദേവസ്വം ബോർഡുണ്ട്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്. 13, 12, 25 അമ്പലങ്ങളെ 2 പേരും കൂടി നടത്തുന്നു. 3807 അമ്പലങ്ങളാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് നടത്തുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളുടെ 8%. ബാക്കി 92 ക്ഷേത്രങ്ങളും 92% ക്ഷേത്രം ആരാ നടത്തുന്നത്? നമ്മൾ ഹിന്ദുക്കൾ. ഞങ്ങളുടെ നാട്ടിൽ കുലയനും പറയനും നായരും നമ്പൂതിരിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-കാരനും ഒക്കെ അടങ്ങുന്ന കമ്മിറ്റിയാണ്. എന്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിന്റെ പേരാണ് ഏളയുടെ പരദേവതാ ക്ഷേത്രം. എല്ലാ കൊല്ലവും ജനറൽ ബോഡി യോഗം വരും. വരവും ചെലവും അവതരിപ്പിക്കും. വരവിത്ര, ചെലവിത്ര, ഇത്ര ബാക്കി അല്ലെങ്കിൽ ഇത്ര നഷ്ടം. എന്നിട്ട് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ പഴയ കമ്മിറ്റി തുടരാൻ എഴുതിയും. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടത്തിയത് 2014 ലാസ്റ്റ്. 12 കൊല്ലം. ഗുരുവായൂരപ്പന്റെ ഓട്ടുള്ളിയും സ്വർണത്തിന്റെ കിണ്ടിയും അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 60% ജീവനക്കാർ ഗുരുവായൂരപ്പനില്ല എന്ന് വിശ്വസിക്കുന്നവർ മുരാരി ബാബുമാരാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പൊന്നു കാക്കാൻ
ഒരു മടിയും അവർ കാണിക്കില്ല. കാരണം അവർ ഭക്തരല്ല എന്നതുകൊണ്ട്. ഭക്തന്റെ ലക്ഷണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഗമം നടന്നപ്പോൾ, പമ്പയിൽ സംഗമം നടന്ന മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഉപദേശികൾ അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഉള്ള വാക്കുകൾ പറഞ്ഞു എഴുതിക്കും. ഒരു ഭക്തന് ഒരുപാട് ലക്ഷണമുണ്ട്. പക്ഷെ ഒന്നാമത്തെ വരിയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ, അദ്വേഷ്ട സർവഭൂതാനം. അത് മാത്രമാണോ പറഞ്ഞത് ഗീത? ഭക്തിയോഗം എന്ന അധ്യായത്തിൽ ഭക്തന്റെ ലക്ഷണങ്ങൾ അദ്വേഷ്ട സർവഭൂതാന മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖം ക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാനാം ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ വ്യോമഭക്ത സമേ പ്രിയ. ഈ ഭക്തനോട് എനിക്ക് പ്രിയ, ഈ ഗുണങ്ങളുള്ളവൻ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതിന്റെ മൂന്നാമത്തെ വരിയും നമ്മുടെ മുഖ്യമന്ത്രി കണ്ടുപിടിച്ചു. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖം ഉണ്ടായാൽ ലോകത്തിന് സുഖം ഉണ്ടാവും. അപ്പൊ പശുവിനും ബ്രാഹ്മണനും സുഖം മതിയോ? ഞങ്ങൾക്കൊന്നും വേണ്ട. ഇതായിരുന്നു ചോദ്യം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി, എവിടെയും ശാന്തി സമാധാനം, അതാണ് സ്വസ്തി. പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകൾ പരിപാലിക്കപ്പെടണം. ഇങ്ങനെ ന്യായേണ മാർഗേണ, ന്യായത്തിന്റെ മാർഗത്തിൽ. ആരാ? മഹിം മഹീഷ, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിൽ നാടിനെ ഭരിച്ചാൽ എല്ലാവർക്കും ശാന്തി സമാധാനം. ഗോ ബ്രാഹ്മണേഭ്യ, കാർഷികതയുടെ പര്യായമായ ഗോവിനും ബ്രാഹ്മണന്, സമാജത്തെ ലീഡ് ചെയ്യുന്ന ബ്രഹ്മതത്വം അറിയുന്ന ശാസ്ത്രകാരൻ, അധ്യാപകൻ, ഗുരുനാഥൻ, അവരാണ് ബ്രാഹ്മണൻ. സാത്വികസ്യ സ്വത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമദമ ഇത്യാദി കർമാണി. നമ്മുടെ സനാതന ധർമ്മം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ സുനിൽ പിയുടെ, ശ്യാംകുമാർ, ഇവരെ പോലെയുള്ള ബുദ്ധിജീവി ചമയുന്ന ആളുകൾ. വലിയ താടിയൊക്കെ ഉണ്ട്, കുർത്തയുണ്ട്, കുളിക്കുകയില്ല. ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഹിന്ദു സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹിന്ദുക്കൾ രാമായണം വായിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ വർഷം കർക്കിടക മാസത്തിൽ ശ്യാംകുമാർ പറയുകയാണ് ഹിന്ദുക്കൾ രാമായണം വായിക്കരുത്. കാരണം എന്തോ, അത് ബ്രാഹ്മണന്റെ കാല് പിടിക്കാൻ പറയുന്നതാണ് രാമായണം. നമ്മുടെ ബാലകാണ്ഡത്തിൽ ഒരു വരിയുണ്ട്, കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ബ്രാഹ്മണന്മാരുടെ ചരണം എന്ന് കേട്ടതും ശ്യാംകുമാറിന്റെ കിളി പോയി. ആരാണ് ബ്രാഹ്മണൻ? ചതുർവർണ്ണം മയാ സൃഷ്ടം, ഞാനാണ് ചാതുർവർണ്ണം ഉണ്ടാക്കിയത്. കൃഷ്ണൻ ഗീതയിൽ ഗുണകർമ്മ വിഭാഗശഃ, ഒരു വ്യക്തിയുടെ ഗുണത്തിന്റെയും അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമതമ ഇത്യാദീനി കർമാണി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാരോ, നല്ല ക്ഷമാശീലം ബുദ്ധിശക്തിയുള്ളവനാരോ, സമൂഹത്തെ ലീഡ് ചെയ്യുന്ന ശാസ്ത്രകാരനും ഗുരുനാഥനും ആരോ, അവന്റെ അച്ഛനാരമ്മയാണെന്ന് ചോദിക്കരുത്, അവൻ ഒരു ബ്രാഹ്മണനാണ്. തേജസ്, ശൗര്യ, പരാക്രമം, ഇതാണ് ക്ഷത്രിയയുടെ ലക്ഷണം. ഒരു നല്ല പട്ടാള ഓഫീസർ ക്ഷത്രിയനായിരിക്കും. കൃഷി, ഗോരക്ഷാ, വാണിജ്യം, ഇത് വൈശ്യലക്ഷണം. കച്ചവടക്കാരൻ എപ്പോഴും വൈശ്യനായിരിക്കും. തമോ ഗുണപ്രധാനിയാണ് ശൂദ്രൻ. അച്ഛനാരമ്മയാണെന്ന് ചോദിക്കരുത്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒരു പണിയെടുക്കുകയും. ഈ ഗുണങ്ങളൊത്ത വ്യക്തികൾ സമൂഹത്തിൽ കാണാം. അവന്റെ അച്ഛനാരമ്മയാരെന്ന് അറിയേണ്ടതില്ല. അവൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്. ചതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ജന്മം കൊണ്ടൊരാളും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നില്ല എന്ന് പറഞ്ഞു. ഹിന്ദു സമൂഹം നേരിടുന്ന സനാതന ധർമ്മത്തിന്റെ വെല്ലുവിളികൾ ഒന്നാണ് ആശയപരമായ ഇത്തരം വിറ്റുകൾ. സനാതന ധർമ്മം ചാതുർവർണ്ണ വ്യവസ്ഥിതിയാണ്. സനാതന ധർമ്മം ബ്രാഹ്മണ മേധാവിത്വമാണ്. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും 100 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നു. അന്ന് അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു, അറേബ്യയിലും അടിമ കച്ചവടം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച് വിറ്റ ചരിത്രം പറയുവാനുണ്ട്. ഇന്നത്തെ അമേരിക്കയ്ക്ക് എബ്രഹാം ലിങ്കനാണ് അമേരിക്കയിൽ അടിമ കച്ചവടം നിരോധിച്ചത്. അറേബ്യക്ക് സിറിയൻ തെരുവോരങ്ങളിൽ യസീദി പെൺകുട്ടികളെ ചങ്ങലക്കിട്ട് വിറ്റ ISIS ഭീകരന്മാരുടെ ചരിത്രം അറിയുവാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അടിമക്കച്ചവടം അറേബ്യയിലും അമേരിക്കയിലും ഉള്ള സമയത്ത് ഇവിടെ പുലയൻ നമ്പൂതിരിയെ കാണുമ്പോൾ ഓടേണ്ടിയിരുന്നു. പക്ഷെ പുലയനെ കൊണ്ടുപോയിട്ട് നമ്പൂതിരിയുടെ വീട്ടിന്റെ പിറകിൽ ചങ്ങലക്കിട്ട് കെട്ടിയിട്ടില്ല. എല്ലാവരെയും പേടിപ്പിച്ചു. ആ പാവം നമ്പൂതിരിയെ ബ്രാഹ്മണനെ മാത്രം കുറ്റം പറയരുത്. ഞാൻ നമ്പൂതിരി ബ്രാഹ്മണനെ കുറ്റം പറയുന്നത് കാരണം അവര് പീഡിപ്പിച്ച ഏറ്റവും കൂടുതൽ നമ്പൂതിരിയെ തന്നെയാണ്. 5 ആമക്കളുടെ മൂത്തവനെ കല്യാണമുള്ളൂ. അതിലും വലിയ പീഡനം എന്താ? ബാക്കി 4 പേര് എന്ത് ചെയ്യും?
നമ്പൂതിരി നായരെ ബഹുമാനിച്ചില്ല, നായർ ഈഴവരെ ബഹുമാനിച്ചില്ല. ഞങ്ങളുടെ നാട്ടിൽ ഈഴവന്മാർ അവിടെ കൊണ്ടുപോയിട്ട് അതൊക്കെ നിർത്തും. നിന്നെ നമ്പൂതിരി പീഡിപ്പിച്ചു, നിന്നെ നായർ പീഡിപ്പിച്ചു, പക്ഷെ ഈഴവന്റെ വീട്ടിൽ പുലയനെയും കേട്ടിട്ടില്ല. അത് പറയുന്നു. പുലയന്റെ വീട്ടിൽ പറയുകയും കേട്ടിട്ടില്ല. നോക്കൂ, കവിഗുരു തുഞ്ചത്താചാര്യൻ പാടിയ പാവന രാമകഥ കൊട്ടാരം കുടിൽ ഒരുപോലെങ്ങും മാറ്റൊലി കൊള്ളും നാടാണേ. ശങ്കരൻ അദ്വൈതാചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയതയുടെ പൊന്നൊളിയാണേ, മാറ്റൊലി കൊള്ളുക നാടാണേ. ആമരമീമരമെന്നോതി അമരത നേടിയ വനവേടൻ കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ. അരയത്തിപ്പൻ പെറ്റമകൻ വേദം നാലായി പകുത്തവൻ പറച്ചി പെറ്റൊരു പന്തിരുകുലവും തോൾചേർന്നവരും നാടാണേ. ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണം വേദം. വേദങ്ങളെ നാലായി രചിച്ചവൻ കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണൻ കറുത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ. പരാശര മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവസ്ത്രീയുണ്ടായ മോനാണല്ലോ വേദത്തെ നാലായി രചിച്ച് വേദവ്യാസനായി തീർന്നത്. മുക്കുവൻ രചിച്ചു. രത്നാകരൻ എന്ന കാട്ടാളൻ ആദിവാസി സഹോദരൻ വാൽമീകിയായി ആദികാവ്യം രചിച്ചു. ഐതരേയ മഹർഷി ചണ്ടാളനായിരുന്നു. അർജുനന്റെ ഒരു ഭാര്യയുടെ പേര് ഉലൂബി എന്ന മത്സ്യകന്യകയായിരുന്നു. ഭീമന്റെ ഒരു ഭാര്യയുടെ പേര് ഹിഡുംബി എന്ന കാട്ടുപെണ്ണായിരുന്നു. അംഗരാജ്യത്തിലെ രാജാവായി കർണനെ വാഴിക്കുവാൻ, സൂതപുത്രനെ വാഴിക്കുവാൻ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി തടസ്സമായിരുന്നില്ല. ഗുഹനെ കെട്ടിപ്പുണരുന്ന രാമനെ നമുക്ക് കാണുവാൻ കഴിയും, കടത്തുകാരനെ കെട്ടിപ്പുണരുന്ന രാമനെ കാണുവാൻ രാമായണത്തിൽ കഴിയുമെങ്കിൽ ശബരി കഴിച്ച കന്നിടം ബാക്കിയടിക്കുന്ന രാമനെ കാണുവാൻ കഴിയും. നിസ്സാരമായ വാരന്മാരെ ഉപയോഗിച്ച് മഹാസൈന്യത്തെ നിർമ്മിക്കുന്ന രാമനെ നമുക്കാണെങ്കിൽ എവിടെയായിരുന്നു പ്രിയമുള്ളവരെ തൊട്ടുകൂടായ്മ, തെണ്ടിക്കൂടായ്മ? വന്നു ചേർന്ന ദുര്യോഗം അതൊരുപാട് മതപരിവർത്തനത്തിന് കാരണമായി. സനാതനധർമ്മം ഇന്നലകളിൽ നേരിട്ട വെല്ലുവിളി ഹിന്ദുവിന്റെ ജാതീയതയും തൊട്ടുകൂടായ്മയും തെണ്ടിക്കൂടായ്മയും തന്നെയായിരുന്നു ഒരു കാരണം. ആ കാരണത്തെ കണ്ടെത്തി ചികിത്സിച്ചതിനെ ഭേദമാക്കി ഇന്ന് പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ ചേർന്ന് പഠിച്ച് 6 മാസത്തെ തന്ത്രവിദ്യാ കോഴ്സ് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. ബാക്കി എല്ലാ ഹിന്ദുക്കൾ നടന്ന, പ്രത്യേകിച്ച് കേരള ക്ഷേത്ര സംരക്ഷണം നടത്തുന്ന എല്ലാ ക്ഷേത്രത്തിലും ചെന്ന് കയറി അമ്പലത്തിലെ ശാന്തികരണം. ഞങ്ങളുടെ പാഠശാലയിൽ ആദർശി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, പാലക്കാടാണ്. ജന്മം കൊണ്ട് നമ്പൂരി കുടുംബത്തിലൊന്നുമല്ല. അദ്ദേഹത്തിന് സമുദായം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇന്ന് 5 ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് പാലക്കാട്. നിങ്ങൾ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ പോലും തടസ്സമല്ലാത്ത കാലത്ത് എന്തിനാണ് ജാതീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ തമ്മിലടിച്ചിട്ട് 100 ചില പള്ളികൾ ഈ കേരളത്തിൽ കൂടിക്കിടക്കുന്നു. നിങ്ങളുടെ കോട്ടയത്തും പത്തനംതിട്ടയിൽ എത്ര പള്ളി കൂട്ടിക്കിടക്കുന്നു അറിയാമോ? പക്ഷെ ഹിന്ദുക്കൾ തമ്മിലടിച്ചിട്ട് ഒരു അമ്പലവും കൂട്ടിക്കിടക്കുന്നില്ല. മുജാഹിദിന്റെ പള്ളിയിൽ സുന്നി പോവില്ല, സുന്നിയുടെ പള്ളിയിൽ ജമാഅത്തുകാരൻ പോവില്ല, ജമാഅത്തുകാരന്റെ പള്ളിയിൽ ഷിയ പോയാൽ കൊലപാതകം നടക്കും. അവരാണ് നമ്മളോട് മൈലണ്ടയുമായി വന്നിട്ട് നമ്മളെ തടവി മതം മാറ്റാൻ നോക്കുന്നത് എന്നറിയണം പ്രിയമുള്ളവരെ. സനാതന ധർമ്മം ചിരപുരാതനം നിത്യനൂതനം. നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാനായിട്ടും ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചു, നക്ഷത്രങ്ങളിൽ ജീവിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ. ഓം ദേവ് ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥ്വി ശാന്തി, അപശാന്തി, ഔഷധയ ശാന്തി, ശാന്തി ദേവ ശാന്തി എന്ന് പ്രാർത്ഥിച്ച പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാടിന്റെ പേരാണ് സനാതനം. വസുദൈവ കുടുംബകം എന്ന് പ്രാർത്ഥിച്ച, മനുഷ്യനെ കാപ്പറുകളെന്നും പാപികളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും വിളിക്കാതെ തിരുണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പ്രാർത്ഥിച്ച ആ സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ എല്ലാ കാലത്തുമുണ്ട്. ആ വെല്ലുവിളികളെ എല്ലാ കാലത്തും അതിജീവിച്ചിട്ട് തന്നെയാണ് ഹിന്ദു സമൂഹം ഇന്നിവിടെ എത്തിയത്. ഇന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ വകുപ്പും മന്ത്രിയും 20ഓളം സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഞാനൊരു സനാതന ധർമ്മിയാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു നല്ല കാലത്തിൽ നാം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സനാതനധർമ്മം നേരിടുന്ന വെല്ലുവിളികളെ കണ്ടെത്തി എല്ലാ കാലത്തും നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ പരിഹരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പണ്ഡിറ്റ് കറുപ്പനും കുമാരനാശാനും സഹോദരൻ അയ്യപ്പനുമെല്ലാം ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം സമുദായത്തോട് ഓരം ചേർന്ന് പ്രവർത്തിച്ച് ആ സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഹൈന്ദവതയിലേക്ക് ഊന്നിയ ദേശീയതയെ രൂപപ്പെടുത്തിയ നമ്മുടെ നവോത്ഥാന നായകന്മാർ ഇന്നലകളിൽ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് സമസ്ത ലോകഹിതാർത്ഥം സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത്
സുഖഭവേതെന്ന് പ്രാർത്ഥിച്ച ആ സനാതന ധർമ്മത്തെ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുവാൻ സനാതന ധർമ്മികൾ സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുക, പ്രവർത്തിക്കുക, ജീവിക്കുക എന്നത് മാത്രമാണ് അതിന്റെ വഴിയെന്ന് മാത്രം സൂചിപ്പിച്ച് ഈ ഒരു മഹായജ്ഞത്തിന്റെ ഭാഗമാകുവാൻ ഈ വർഷവും അവസരം നൽകിയ ഇതിന്റെ സംഘാടക സമിതിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.